ആദ്യ ദിവസങ്ങളിൽ വായിച്ച വേദഭാഗം തന്നെ അതിലെ പ്രധാനമായ ഒരു വാക്ക് മാത്രം വായിക്കാം. 23 വാക്യം വായിച്ചാട്ടെ. 11:23. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 23-24 വായിച്ചു. 23-24. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ നല്ല കർത്താവെ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അവിടുത്തെ കൃപ കൊണ്ട് അലങ്കരിതമായ ഈ അനുഗ്രഹീത വേദിയിൽ കർത്താവിൻ്റെ വചനവുമായി ഇന്ന് രാത്രിയിലും കർത്താവെ നിന്നെ ഉയർത്താൻ സാധിക്കുന്നതിൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ പ്രേക്ഷിത ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ട ഈ സുവിശേഷ യോഗത്തിൻ്റെ 3-ാമത്തെ രാത്രിയിലും കടശ രാത്രിയിലും പ്രാർത്ഥിച്ചാരംഭിച്ച മിനിറ്റ് മുതൽ ഞങ്ങളുടെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാലാവസ്ഥ മുഴുവൻ നിയന്ത്രിച്ചു നൽകിയതിന് നന്ദി കർത്താവെ. പ്രാർത്ഥനയിൽ ഇതപര്യന്തം ഞങ്ങളെ ചേർത്ത് നിർത്തിയതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വാത്സല്യ കുടുംബം, അനുഗ്രഹീതമായ സഭ, വന്നുചേർന്നിരിക്കുന്ന ദൈവമക്കൾ, ശബ്ദസീമയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും ഇന്ന് രാത്രിയിലെ വചനത്താലും അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് എന്ത് ഈ ദേശത്തോട് പറയാനുണ്ടോ അത് പുറപ്പെട്ടു വരേണ്ടതിനായി കർത്താവിൻ്റെ നാമത്തിന് നന്ദി പറയുന്നു. അവിടുത്തെ മുമ്പാകെ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നിൻ്റെ പുത്രനായി, നിൻ്റെ ഭക്തനായി, നിനക്ക് പകരക്കാരനായി ദേശത്ത് നിൻ്റെ നാമവും ഏന്തി നിൽക്കുമ്പോൾ വിഹരിക്കുന്ന ശക്തിയുള്ള വചനത്തിൻ്റെ അധികാരം, ആധികാരികതയും എൻ്റെ നാവിൽ ഏൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ മേൽ വിടുതൽ വ്യാപരിക്കണം. കർത്താവെ, രോഗികൾ ഈ രാത്രി സൗഖ്യമാകണം. വലിയൊരു അത്ഭുത വിടുതൽ കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മേൽ കൽപ്പിക്കണം. പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. മഹത്വമെല്ലാം അങ്ങെടുക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് മൂടണം. എല്ലാ നിലയിലും ഈ മീറ്റിംഗ് ഒരു അനുഗ്രഹമാക്കണം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. നന്നായിട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിൽ, ഈ സുവിശേഷ യോഗത്തിൻ്റെ 3 രാത്രികളിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാനും ഒരു പകൽ തിരുനിവാസം ചർച്ചിൽ ശുശ്രൂഷിക്കുവാനും എന്നെ ഇൻവൈറ്റ് ചെയ്ത ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന പ്രിയ സഹോദരൻ ഷിജു ബ്രദർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, പ്രിയപ്പെട്ട പപ്പ, മമ്മി, സഹോദരങ്ങൾ, അവരെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. വിശേഷിച്ച് പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ, ദേവദാസനുമായിട്ട് ദീർഘകാലത്ത് പരിചയങ്ങളൊന്നും തന്നെയില്ല. വളരെ സമീപ ദിവസങ്ങൾ മാത്രമാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടുള്ളത്. എന്നാൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ബന്ധം ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദേവദാസൻ്റെ കുടുംബം, കർത്താവിൻ്റെ ദാസി കുഞ്ഞുങ്ങൾ, അവർക്കെല്ലാമായിട്ട് ദൈവത്തെ വാഴ്ത്തുകയാണ്. ഷൈജു ബ്രദർ പറഞ്ഞതുപോലെ എനിക്ക് അദ്ദേഹത്തെ മുൻകൂട്ടി പരിചയമൊന്നുമില്ല. പക്ഷേ ഒരു വളരെ മാനസികമായ അടുപ്പം, ചിലരോട് നമുക്ക് അടുപ്പം തോന്നാറുണ്ട്, ചിലരോട് തോന്നാറുമില്ല. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയുള്ളൊരു നല്ല ആത്മബന്ധം പ്രിയ സഹോദരനുമായിട്ട് ലഭിച്ചതിൽ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് എന്നെ വിളിച്ചതിൽ പ്രത്യേകിച്ചുള്ള സ്നേഹത്തെ അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കൊയർ, നല്ല അനുഗ്രഹീതരും സമർപ്പിതരുമായ ഗായക സംഘത്തെ പരിശുദ്ധാത്മാവ് തന്നു. ഞാൻ ഈ ലോകം മുഴുവൻ പ്രസംഗിക്കാൻ പോകുന്നവരാണ്. ഒരു പാട്ടിൻ്റെ ശുശ്രൂഷ കഴിയുമ്പോഴത്തേക്കിന് പിന്നീട് പ്രസംഗമൊക്കെ തുടങ്ങുമ്പോൾ അവരെ സ്റ്റേജിൽ കാണാറില്ല. പക്ഷേ പ്രിയമുള്ളവർ, ഈ മീറ്റിംഗ് തീരുന്നിടം വരെ അവർ ബാക്കിലിരുന്ന് ഈ മീറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് അത് പ്രശംസാർഹവും സാഹൃദാർഹവുമാണ്. പ്രത്യേകിച്ച് അവർക്ക് എൻ്റെ വന്ദനം ഞാൻ പറയുകയാണ്. ധാരാളമായി ദൈവം ധാരാളം വേദികളിൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനം, തിരുനിവാസം സഭയിലെ ദൈവമക്കൾ, സമീപ സ്ഥലങ്ങളിലെ സഭകളിലെ ദൈവമക്കൾ വന്ന് ഈ കൺവെൻഷനെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരൻ്റെ സുഹൃത്തുക്കൾ, സമീപ കുടുംബങ്ങൾ, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ കൺവെൻഷന് വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും ഇരട്ടി പ്രതിഫലം കർത്താവ് തരും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ കൺവെൻഷൻ ദൈവനിയോഗത്താൽ നടക്കുന്നു എന്നതിന് 2 പ്രധാനപ്പെട്ട തെളിവുകളുണ്ട്. ഒന്ന്, ജനം വന്നു ചേരുന്നത് അതിൻ്റെ ഒരു തെളിവാണ്. രണ്ടാമത്തത്,
നമുക്കെല്ലാവർക്കും ദൃഷ്ടാന്തമായി ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ നമ്മുടെ പ്രദേശത്ത് നിന്ന് മാറി നിൽക്കുന്നത് ഈ സുവിശേഷ യോഗത്തിൻ്റെ ജയത്തിൻ്റെ രണ്ടാമത്തെ കാരണമാണ്. ഇന്നലെ ഇവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞു അര കിലോമീറ്റർ അപ്പുറത്തൊക്കെ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് വൈകുന്നേരവും മഴയുണ്ടായിരുന്നു, പക്ഷേ ഈ സമയം കണ്ടോ മഴ മാറി നിൽക്കുകയാണ്. ഇനി മഴ പെയ്യും, 12 മണി കഴിയുമ്പോൾ നല്ല മഴയായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് രഥം പൂട്ടി ഓടാനുള്ളവരെല്ലാം നേരത്തെ ഓടിക്കണം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ പ്രസംഗ ജീവിതം ആരംഭിച്ചിട്ട് ഏകദേശം അടുത്ത ഏപ്രിലാകുമ്പം 25 വർഷമാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ യൗവനം മുഴുവനും കർത്താവിന് വേണ്ടി കൊടുക്കാൻ സാധിച്ചു എന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അനുഗ്രഹീതമായൊരു കുടുംബം തന്നു, കുഞ്ഞുങ്ങളെ തന്നു. കർത്താവിൻ്റെ വേലയിൽ അവരെയും വളർത്താൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി കുടുംബമായിട്ട് യാത്ര ചെയ്യാനുള്ള ധാരാളം അവസരങ്ങൾ കർത്താവ് നൽകി. എല്ലാറ്റിനുമായിട്ട് ദൈവത്തെ വാഴ്ത്തുകയാണ്. എപ്പോഴുമുള്ള ആഗ്രഹമാണ് എൻ്റെ കാറിൻ്റെ ഡിക്കിയിലോ അല്ലെങ്കിൽ ആ സീറ്റിലോ എപ്പോഴും ഒരു ഹാൻഡ്സെറ്റ് മീൻസ് ഈ എന്തുവിന് പറയുന്നത് ഈ പരസ്യോഗത്തിന് പ്രസംഗിക്കാനുള്ള ഒരു ഹാൻഡ്സെറ്റ് മൈക്ക് എപ്പോഴും കാണും, അതിൻ്റെ സിസ്റ്റവും കാണും. ഇപ്പോഴാണ് അത് കൊണ്ടു നടക്കാത്തത്. 10 പേരെ കണ്ട അപ്പം പ്രസംഗിക്കാനുള്ള ഇൻട്രസ്റ്റാണ്. അങ്ങനെ പ്രസംഗിച്ച് പല മീറ്റിങ്ങിലും താമസിച്ച് ചെല്ലുന്നത് കൊണ്ട് ഇപ്പോൾ അത് കൊണ്ടുപോകാറില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ആളുകൾ എങ്ങനെയും ദൈവരാജ്യത്തിൽ കയറണം, ആളുകൾ മാനസാന്തരപ്പെടണം, ആളുകൾ വിടുവിക്കപ്പെടണം എന്നുള്ള ആദിയായ ആഗ്രഹം എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. 2000-ലധികം ആളുകളെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് സ്നാനപ്പെടുത്താനുള്ള അവസരം കർത്താവ് തന്നു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ച് ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ പലതുണ്ടായിട്ടും ഇന്നും ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ കാര്യം യേശു ആരാന്ന് ശരിക്കറിഞ്ഞതും അനുഭവിച്ചതും കൊണ്ടാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രിയിൽ എനിക്ക് വാതോരാതെ പ്രസംഗിക്കാൻ ധാരാളം സബ്ജക്റ്റുകൾ മുമ്പിലുണ്ടായിട്ടും ഒരു ദേശത്ത് ദൈവം തരുന്ന സന്ദേശം പറയാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാറുണ്ട്. അവിടെ കയ്യടികളെക്കാളും പ്രസംഗം മികവിനേക്കാളും അപ്പുറമായി ആളുകൾ വിടുവിക്കപ്പെടുന്നത് ഞാൻ കാണാറുമുണ്ട്, അത് കണ്ടിട്ടുമുണ്ട്. അങ്ങനെയുള്ളൊരനുഭവം ഈ പട്ടണത്തിൽ ഇന്നലെ രാത്രി നടന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലെ റിസൾട്ട് ചർച്ച് കാണും, ദേശം കാണും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നന്നായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ വാഴ്ത്തുകയാണ്. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. 3 കാലഘട്ടങ്ങളായിട്ട് തിരിച്ചാണ് ഞാൻ ഈ വചനത്തെ സംസാരിച്ചത്. ഒന്ന് ഭൂതകാലവുമായി ബന്ധപ്പെട്ട് ഉള്ള ഭാഗമാണ്. ആദ്യം മാർത്ത യേശുവിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അത് ഭൂതകാലമാണ്. എന്നാൽ അടുത്ത വാചകത്തിൽ പറഞ്ഞ് ഇപ്പോഴും അത് വർത്തമാനകാലമായിരുന്നു. ഏറ്റവും ഒടുവിലത്തത് ഭാവികാലമാണ്. ഭാവികാലവുമായി ബന്ധപ്പെട്ടുള്ളൊരു ഫ്രേസാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചത്. മാർത്ത പറയുകയാണ്, നീ ഒടുക്കത്തെ നാളിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് എനിക്ക് അറിയാം. അത് ഒടുക്കത്തെ നാളെന്ന് പറയുന്നത് ഭാവിയോട് ബന്ധപ്പെട്ടാണ്, ഭാവികാലമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഭാവിയോട് ബന്ധപ്പെട്ടുള്ള ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. ഭാവിയിൽ ഈ 3 വിഷയത്തിൽ യേശുവിൻ്റെ ജനനം ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷ പറഞ്ഞു. ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞൊരു പ്രോസസ്സിങ്ങിൻ്റെ ആധികാരിക ജയത്തെക്കുറിച്ചുള്ള ഒരു കുറച്ച് വാചകങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ കർത്താവായ യേശു തൻ്റെ ഐഹിക ശുശ്രൂഷയിൽ തൻ്റെ വ്യക്തിത്വം കൊണ്ടും സ്വാധീനം കൊണ്ടും തൻ്റെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആയിരക്കണക്കിന് ആളുകളെ കർത്താവ് ദൈവരാജ്യത്തിലേക്ക് നേടി. പ്രസംഗത്തെക്കാൾ അപ്പുറമായി യേശുവിൻ്റെ സ്വഭാവം വളരെ പ്രശംസനീയമായൊരു സ്വഭാവമായിരുന്നു. ഡിവൈൻ പേഴ്സണാലിറ്റി, ഡിവൈൻ കൾച്ചർ, ഡിവൈൻ നേച്ചർ, ഇതൊക്കെ ജനനത്താൽ കിട്ടുന്നതല്ല, വീണ്ടും ജനനത്താൽ കിട്ടുന്നതാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നുകൂടി ഞാൻ പറയുന്നു, ദൈവികമായ സ്വഭാവം, ദൈവികമായ സ്വഭാവ രീതികൾ, ദൈവികമായ പെരുമാറ്റച്ചട്ടങ്ങൾ ഒക്കെ ഒരു മനുഷ്യന് ലഭ്യമാകുന്നുണ്ടെങ്കിൽ അതൊന്നും അയാളെ ജനിപ്പിച്ച അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്നതല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള ജനനത്തിലൂടെ ലഭ്യമാകുന്നതാണ്. അങ്ങനെ ലഭിച്ച ഒരു ഐഹിക ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വഭാവം പ്രദർശിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠനായ ഒരാളായിരുന്നു നമ്മുടെ കർത്താവായ യേശു. കർത്താവിൻ്റെ മുൻപിലേക്ക് തൻ്റെ ഐഹിക ശുശ്രൂഷയുടെ അവസാന സമയങ്ങളിൽ ഒരു കുഷ്ഠരോഗി അടുത്തു വരുന്നൊരു ഭാഗമുണ്ട്.
അദ്ദേഹം ഓടി വരുന്ന സമയത്ത് 12ഓളം ശിഷ്യന്മാരുമായിട്ട് യേശു ഇങ്ങനെ യാത്ര ചെയ്തു വരുന്ന സമയത്ത് ഈ കുഷ്ഠരോഗിയെ കണ്ടപ്പോഴത്തേക്കിന് ആളുകൾ പതിയെ ഓടി മാറാൻ തുടങ്ങി. ഓടി മാറുക മാത്രമല്ല, 12ഓളം വരുന്ന ശിഷ്യന്മാർ പതിയെ അവിടം കൊണ്ട് നടത്തം നിർത്തി. കർത്താവ് മുമ്പോട്ട് നടക്കുന്നു. കാര്യം, ഇതുപോലൊരു കുഷ്ഠരോഗിയെ കണ്ടാൽ ഇച്ചിരി പ്രയാസം നിറഞ്ഞതാണ്. അവനെ തൊട്ടാലും അവൻ വന്ന് തൊട്ടാലും അശുദ്ധനാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യേശു അതിനെ അവഗണിച്ച് കുഷ്ഠരോഗിക്ക് നേരെ കയറി ചെല്ലുകയാണ്. അവന് നേരെ അഭിമുഖമായി ചെല്ലുകയാണ്. അവനത് കണ്ടപ്പോഴത്തേക്കിന് വല്ലാതങ്ങ് ഭയപ്പെട്ടിട്ട് കുഷ്ഠരോഗി അങ്ങ് വഴി മാറിക്കൊടുത്തപ്പോൾ ആ വഴി മാറിയ ഭാഗത്തേക്ക് യേശു ചെല്ലുകയാണ്. അപ്പോൾ അവന് മനസ്സിലായി ഇതെന്തോ കാര്യമായ ഇതുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഗുരു, നീ എൻ്റെ അടുത്തോട്ട് വരരുത്, ഞാനൊരു കുഷ്ഠരോഗിയാണ്. നിയമപ്രകാരവും ന്യായപ്രമാണപ്രകാരവും എന്നെ പുരോഹിതൻ കുഷ്ഠം കണ്ടുപിടിക്കപ്പെട്ടിട്ട് പാളയത്തിന് പുറത്തേക്ക്, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, എന്നെ പാളയത്തിന് പുറത്തേക്ക് തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് എൻ്റെ അരികിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് വിലക്കാൻ നോക്കിയപ്പോൾ യേശു അടുത്തോട്ട് ചെന്നു എന്നതിനേക്കാൾ അപ്പുറമായി സുവിശേഷങ്ങളിൽ ഒരാൾ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചെന്നു അവനെ ചേർത്തങ്ങ് പിടിക്കുകയാണ്. അവനെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ പ്രസംഗം ഈസിയാണ്, ഇറ്റ്സ് ഇമ്പോസിബിൾ. അതൊരു നാച്ചുറലായിട്ട് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു കുഷ്ഠരോഗിയെ കയറി പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്, അവരുടെ മുറിവുകൾ കെട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. ഒത്തിരി നാറ്റം വമിക്കുന്ന അന്തരീക്ഷങ്ങളുണ്ട്, നമുക്ക് പറ്റത്തില്ല. അതിനുശേഷമായിട്ട് ആഹാരം കഴിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. പക്ഷേ അതൊരു ദൈവം തന്ന ശുശ്രൂഷ ആയതുകൊണ്ട് നമ്മളത് ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, ഇവനെ കയറി അങ്ങ് പിടിക്കുക. ഇവനെ കയറി പിടിക്കുമ്പോൾ ഇവനെ പാളയത്തിന് പുറത്തേക്ക് വേർതിരിച്ച് കഴിഞ്ഞപ്പം മുതൽ ഇവന് കുളിയില്ല, നനയില്ല. അങ്ങനെ തുടങ്ങിയാൽ ഇവൻ്റെ ദേഹത്തൂടി ആ പഴുപ്പെല്ലാം ഒഴുകിയിട്ട് വസ്ത്രത്തിൻ്റെ പുറത്തേക്ക് ഈ പഴുപ്പ് വന്ന് കിടക്കുന്നു. ഇവൻ്റെ ശരീരം അടുത്തേക്ക് വരുമ്പോൾ തന്നെ കാറ്റ് ദുർഗന്ധം കൊണ്ടുവരുന്നു. ഇവനെ കാണുന്നവരെല്ലാം മൂക്കുപൊത്തി മാറി നടക്കുകയാണ് സാധാരണ. പക്ഷേ യേശു അവനെ കെട്ടി അങ്ങ് പിടിച്ച ഉടനെ ആ ചെറുപ്പക്കാരൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോൾ കർത്താവ് അവൻ്റെ കാതിൽ ചുണ്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് കരയുന്നത്? ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചില്ലേ, ഞാൻ ഉണ്ടടാ നിൻ്റെ കൂടെ എന്ന് അവനോട് പറയാൻ തുടങ്ങുമ്പോൾ അവൻ ആ ഏങ്ങലടിക്കകത്ത് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് സൗഖ്യം വേണ്ട, കുഷ്ഠം വന്ന് ഞാൻ മരിച്ചു പോയാലും ഇനി എനിക്ക് സന്തോഷമാണ്. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ ദേഹത്ത് ഇതുപോലൊരു വ്രണം പൊങ്ങിയതിന് ശേഷമാണ് ബന്ധങ്ങളുടെ വില ഞാൻ അറിഞ്ഞത്. ഇതുപോലൊരു വ്രണം പൊങ്ങുന്നതിന് മുമ്പ് ഞാൻ എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു. പക്ഷേ ഈ വ്രണം പൊങ്ങിയപ്പം മുതൽ എൻ്റെ ഭാര്യ എന്നിൽ നിന്നകന്നു, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നിൽ നിന്നകന്നു, എൻ്റെ വേണ്ടപ്പെട്ടവരെന്നെ തള്ളിക്കളഞ്ഞു, ഞാൻ വിശ്വസിച്ച പള്ളി എന്നെ ഉപേക്ഷിച്ചു, ഞാൻ വിശ്വസിച്ച പ്രമാണം എന്നെ കൈവിട്ടു. സത്യം പറഞ്ഞാൽ മരണതുല്യമായൊരു ജീവിതത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് സൗഖ്യമല്ലിപ്പോൾ വേണ്ടത്, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരാളുണ്ടോ എന്നതാണ് എൻ്റെ വിഷയം. അങ്ങനെ അലഞ്ഞ എന്നെ ചേർത്ത് പിടിക്കാൻ നീ കാണിച്ച മനസ്സിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് രാത്രിയിൽ ഈ പ്രഭാഷണത്തിൻ്റെ ആദ്യത്തെ വാക്കിൽ ഞാൻ പറയുന്നു, എത്ര അറപ്പുള്ളവനെയും ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ ഞാൻ ഉയർത്തി കാണിക്കുന്ന യേശു മാത്രമാണ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അവനെ ചേർത്ത് പിടിച്ചു. അവൻ ആവശ്യപ്പെടാതെ തന്നെ കർത്താവിനെ സൗഖ്യമാക്കി. അവൻ്റെ ദേഹം ഒരു ബാലകൻ്റെ ശരീരം പോലെ ആയി എന്ന് തിരുവെഴുത്ത് പറയുന്നു. അവൻ സുന്ദരനായി, അവൻ്റെ ദേഹത്തിൻ്റെ ആ വങ്ങലെല്ലാം മാറി, ബുദ്ധിമുട്ടെല്ലാം മാറുന്നതായി കാണാൻ കഴിയുന്നു. നമ്മുടെ കർത്താവായ യേശു ഐഹിക ശുശ്രൂഷയിൽ ഇപ്രകാരം ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ഫോളോ ചെയ്യുന്ന വളരെ കുറച്ച് ദൈവമക്കളേലും നമ്മുടെ ഇടയിലുണ്ട്. അവരിതിനകത്തുണ്ടെങ്കിൽ ഞാൻ അവർക്കൊരു സല്യൂട്ട് കൊടുക്കുന്നു. കാര്യം, നിങ്ങൾ പ്രസംഗിക്കുന്നവരും കേൾക്കുന്നവരും കൈതട്ടുന്നവരുമല്ല, യേശു ജീവിച്ചതുപോലെ ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും ഈ മീറ്റിങ്ങിനകത്ത് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. കർത്താവായ യേശു തൻ്റെ ഐഹിക ശുശ്രൂഷയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ സാധാരണ ശൈലിയിലാണ് യേശു പ്രസംഗിച്ചിട്ടുള്ളത്. അരാമ്യ ഭാഷയായിരുന്നു യേശുവിന് അറിയാവുന്നത്. അരാമ്യ ഭാഷ. എനിക്ക് പല ഭാഷകൾ അറിയാം എങ്കിലും നന്നായിട്ട് അറിയത്തില്ല. എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഭാഷയാണ് മലയാളം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. സ്കൂളിൽ പഠിച്ചപ്പോഴും മലയാളത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക്. മലയാളം ടീച്ചറിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ ലാംഗ്വേജും
ഇച്ചിരിച്ചൊക്കെ പറയും. അങ്ങനെ എന്നെ ഒരാൾ ഒരു രാജ്യത്തേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഞാനൊരു 16 മണിക്കൂർ യാത്ര ചെയ്ത് ആ രാജ്യത്ത് ചെല്ലുകയാണ്. 16 മണിക്കൂർ യാത്ര ചെയ്ത് ആ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചു, എമിഗ്രേഷൻ കൗണ്ടറിൽ വെച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും, അതുകൊണ്ട് വാട്സാപ്പിൽ ഇട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം പാസ്റ്റർ കാണാതെ പഠിച്ചോണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനങ്ങനെ ഇത് മുഴുവനും ഉറങ്ങേണ്ട ഞാൻ ഉറക്കം അളച്ചിരുന്നത് മുഴുവൻ കാണാതെ പഠിച്ചു. കുറേ ഉണ്ട് കേട്ടോ, അത് മുഴുവൻ കാണാതെ പഠിച്ചു. ഞാൻ അവിടെ ചെല്ലുന്നു, ആ രാജ്യത്ത് ചെല്ലുന്നു. ആ രാജ്യത്തിൽ ലൈൻ നിൽക്കണം. അവിടെ നിന്ന് കൗണ്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എൻ്റെ പിറകിലൊരു സിക്കുകാരൻ നിൽക്കുന്നു. അവൻ എന്നോട് ചോദിച്ചു, ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാളൂടെ പോയാൽ എനിക്ക് ഇച്ചിരൂടെ സമയം കിട്ടൂല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ കൊള്ളാൻ പറയും. അവൻ കയറുന്നത് അവർ ക്യാമറയിൽ കൂടെ കണ്ടപ്പോഴത്തേക്കിന് എമിഗ്രേഷൻ കൗണ്ടറിലിരുന്ന ഓഫീസർ ഇവൻ്റെ പാസ്പോർട്ട് എടുത്ത് എറിഞ്ഞു. അവനോട് ഭയങ്കരമായിട്ട് ചൂടായി. എനിക്കത് കണ്ടപ്പോൾ വെപ്രാളമായി. കാര്യം ഇയാൾ ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ചങ്കിടിക്കാൻ തുടങ്ങി. ഞാൻ നേരെ കയറി ചെന്നു, കൊടുത്തു. അയാൾ 2 ചോദ്യം. എന്തിന് നീ വന്നു, എന്ന് നീ പോകുന്നു. പഠിച്ചത് ഉറക്കം അളച്ച് പഠിച്ചത് മുഴുവനും വെറുതെ ആയിപ്പോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അറിവും കഴിവും ഒന്നും വെച്ചല്ല കർത്താവിന് നമ്മെ സ്നേഹിക്കുന്നത്, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഇല്ലായ്മകളും വല്ലായ്മകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നന്നായിട്ടറിയാവുന്ന ഒരാളെയാണ് നാം ആരാധിക്കുന്നത്. അവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കാവ്യാത്മകമായ ശൈലികളില്ലാതെ, കഠോരമായ വാക്കുകൾ ഉപയോഗിക്കാതെ, പ്രാസത്തിൻ്റെ അകമ്പടികളില്ലാതെ, ആനുകാലിക പ്രസക്തമായിരിക്കുന്ന പല സംഭവങ്ങൾ എടുത്തു വിവരിക്കാതെ, സരളമായ ഭാഷയിൽ ഉപമകൾ കൊണ്ട് ലോകത്തെ കീഴടക്കിയ അജയ്യനായ മനുഷ്യനാണ് യേശു എന്ന് പറയുന്നത്. അപ്പോൾ ആ യേശു പറഞ്ഞ കഥകൾ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങൾക്ക് കഥ കേൾക്കുന്നത് യേശുവിടെ ഭയങ്കര ഇഷ്ടമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, സ്തോത്രം. അപ്പോൾ ഈ കർത്താവ് കൂടുതൽ ഉപമകളിലൂടെ, കഥകളിലൂടെയാണ് സുവിശേഷം അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രസക്തമായ യേശുവിനെ യഹൂദന്മാർ പീഡിപ്പിക്കാനും കൊല്ലാനും കാരണമായൊരു കഥ യേശു പറഞ്ഞു. അതാണ് ഇന്ന് രാത്രിയിലെ പ്രസംഗത്തിൻ്റെ മുഖവരയായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. നോക്കുക, ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുടിയനായ ഒരു പുത്രൻ്റെ കഥയാണ്. അവനെ അപ്പൻ്റെ വീട്ടിൽ അപ്പനോടൊപ്പം താമസിക്കുന്നു. മൂത്തവനും ഇളയവനും ഉണ്ട്, 2 പേരും ഉണ്ട്. ഇവൻ ഇച്ചിരി ഒരു എന്തുവാണ് പറയുന്നത്, ഒരു ഇച്ചിരി വഴിവിട്ട ബന്ധം ഉള്ള ഒരുത്തനായിരുന്നു. പക്ഷേ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, സ്തോത്രം. ഇന്നലെ ഞാൻ പറഞ്ഞ മാർത്ത, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യമായിരിക്കും. മാർത്തയുടെ ന്യൂനതകളെ ആളുകൾ കണ്ടിട്ടുള്ളൂ, മാർത്തയുടെ നല്ല വശങ്ങൾ ആരും കണ്ടിട്ടില്ല. മുടിയൻ പുത്രനും ഉണ്ട് കേട്ടോ നല്ല വശങ്ങൾ. അവൻ്റെ ഒത്തിരി കുഴപ്പങ്ങളുണ്ടെങ്കിലും ചിലർക്ക് ഒത്തിരി നല്ല വശങ്ങളുണ്ട്. ഈ മുടിയൻ പുത്രൻ്റെ ഒരു പ്രത്യേകത പറയാം. അവന് കുടുംബത്തിലാണ് താമസിക്കുന്നതെങ്കിലും അപ്പൻ്റേതെല്ലാം തൻ്റേതാണെന്നുള്ള ബോധം ഉള്ളവനായിരുന്നു. മൂത്തവൻ അതില്ലായിരുന്നു. അപ്പൻ്റെ നന്മ എനിക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് അത് ചോദിച്ചാൽ കിട്ടും എന്നുള്ള ബോധം രണ്ടാമത്തവൻ അഥവാ മുടിയൻ പുത്രനായിരുന്നു. മൂത്തവൻ അതില്ലായിരുന്നു, അതുകൊണ്ട് അവൻ ചോദിക്കത്തുമില്ലായിരുന്നു, കന്നുപോലെ പണിയെടുക്കുകയും ചെയ്യും. അപ്പം എന്താണെങ്കിലും ഈ 2 സ്വഭാവം കൊള്ളാം. മൂന്നാമത്തത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അനുകരിക്കാതിരിക്കുക. ചോദിച്ചത് വീതം വാങ്ങിച്ചിട്ട് വേണ്ടാത്ത ബന്ധങ്ങളിൽ കൊണ്ടുപോയത് ചിലവാക്കി മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇങ്ങനെ കഥ കർത്താവ് തുടരുന്നു. അങ്ങനെ അവൻ ചെല്ലുന്നു, അടിച്ചു പൊളിച്ചു ജീവിക്കുന്ന, ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷ കേട്ടോ, അങ്ങനെ ജീവിക്കുന്നു. മുഴുവൻ അവൻ്റെ കയ്യിൽ നിന്ന് ചിലവായി. അവൻ ഏറ്റവും അവസാനം പട്ടിണിയാകേണ്ട സാഹചര്യമായി. അങ്ങനെ വല്ലതും കഴിക്കാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി അവന് ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നു. ആ ജോലിയിൽ ഈ മൃഗങ്ങളുടെ ഇടയിൽ നിന്ന് അവയ്ക്ക് കൊടുക്കുന്ന ആഹാരം കഴിക്കാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു. ആ ആഹാരം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടും അത് കിട്ടിയില്ല എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അത്രയ്ക്ക് ലോ ലെവൽ അനുഭവത്തിലേക്ക് അവൻ പോയി. അവിടെ കിടന്നുകൊണ്ട് അവൻ ചിന്തിക്കുന്നൊരു കാര്യമാണ് യേശു പറഞ്ഞ കഥയുടെ പ്രസക്തി. അവിടെ കിടന്നുകൊണ്ട് അവൻ ചിന്തിക്കുകയാണ്, എന്താണെന്നറിയാമോ, എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനോ ഇവിടെ ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഒരു ഇസ്രായേലിലെ ധനവാനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ, യജമാനൻ എന്ന വിശേഷണ നാമം കൊടുക്കുന്നവൻ്റെ വീട്ടിൽ ദാസന്മാരുണ്ട്, കൂലിക്കാരുണ്ട്. ദാസന്മാർ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്ത് കയറാനും ജോലി ചെയ്യാനും തിരഞ്ഞെടുക്കപ്പെട്ടവരും വില കൊടുത്തു വാങ്ങിയവരുമായ ആളുകളെയാണ് ദാസന്മാർ എന്ന് പറയുന്നത്. എന്നാൽ കൂലിക്കാർ എന്ന് പറയുന്നത് രാവിലെ 8 വരും, വൈകുന്നേരം 5 പണി നിർത്തിയിട്ട് കാശും വാങ്ങിക്കൊണ്ട് പോകുന്നവരെയാണ് കൂലിക്കാർ എന്ന് പറയുന്നത്. ഇവൻ പറയുന്നത് ദാസൻ്റെ കാര്യമല്ല, കൂലിക്കാരൻ്റെ കാര്യമാണ് പറയുന്നത്. കൂലിക്കാരൻ വരുന്നു, അവൻ വന്നിട്ട് ജോലി ചെയ്യുന്നു, പണം വാങ്ങുന്നു, ആഹാരം കഴിച്ചവൻ പോകുന്നു.
എന്നാൽ ഞാനിവിടെ ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അവിടെ വെച്ച് അവന് മാനസാന്തരം ഉണ്ടാകുന്നു. അവൻ വിളിച്ചു പറയുന്ന വാക്കിതാണ്, ഞാൻ സ്വർഗത്തോടും എൻ്റെ പിതാവിനോടും പാപം ചെയ്തിരിക്കുന്നു. ആകയാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ അരികിൽ ചെന്നിട്ട് എൻ്റെ പാപങ്ങളെ ഏറ്റുപറയും. അവൻ എന്നെ ചേർക്കും എന്നുള്ള ബോധം അവൻ്റെ ഉള്ളിലുണ്ടായിട്ട് അവൻ മടങ്ങി വരികയാണ്. ഇന്ന് രാത്രിയിലെ ഈ കഥയ്ക്കകത്ത് നിന്നുള്ള ആ ഭാഗം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. അനുതാപ ഹൃദയത്തോടുകൂടി ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള ബോധം ഹൃദയത്തിനകത്തുണ്ടായിട്ട് മടങ്ങി വരാൻ കൊതിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ, നിങ്ങളെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നൊരു കരം ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ആ കരം ആണിപ്പഴുതുള്ളവൻ്റെ കരമാണ്. ആ കരത്തിൻ്റെ ഉടമസ്ഥൻ്റെ പേര് യേശു എന്നാണ്. കരമുയർത്തി നന്നായി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കഥ പൂർണ്ണമാക്കുകയാണ്. ഇവൻ അങ്ങനെ ആഗ്രഹിച്ചു. ആ ചിന്ത ഇവൻ്റെ ഉള്ളിലുണ്ടായിട്ട് കുറ്റബോധമല്ല, കുറ്റബോധമുണ്ട്, അനുതാപവുമുണ്ട്. കുറ്റബോധം എന്ന് പറഞ്ഞാൽ സാത്താൻ്റേതാണത്, പൈശാചികമാണ് കുറ്റബോധം എന്ന് പറയുന്നത്. ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ തെറ്റിനെക്കുറിച്ചുള്ള ചിന്ത വല്ലാതെ വേട്ടയാടാൻ തുടങ്ങും. നീ തെറ്റുകാരനാണ്, ഏറ്റു പറഞ്ഞാൽ നീ തെറ്റുകാരനാണെന്ന് ദിനം പ്രതി നമ്മുടെ മനസ്സിനെ അലട്ടുകയും അത് പിന്നത്തേതിൽ മരണത്തിലേക്കും തകർന്ന ജീവിതത്തിലേക്കും കൊണ്ടുപോകാൻ കാരണമാകുന്ന അനുഭവത്തിൻ്റെ പേരാണ്, പൈശാചിക സ്വഭാവത്തിൻ്റെ പേരാണ് കുറ്റബോധം. എന്നാൽ അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ തെറ്റുപറ്റിപ്പോയി, ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അടുത്തു വരുന്നതിനാണ് അനുതാപം എന്ന് പറയുന്നത്. മുടിയംപുത്രനുണ്ടായത് അനുതാപമാണ്. അവൻ അവിടെ നിന്നൊരൊറ്റ ഓടി വന്ന് പിതാവിൻ്റെ വീടിൻ്റെ വാതുക്കലേക്ക് അടുക്കുമ്പോൾ 2-ാം നിലയുടെ മുകളിൽ വെച്ച് പിതാവ് ഇവനെ കാണുകയാണ്. ഇവൻ വീട്ടിൽ നിന്ന് പോയപ്പം മുതൽ ഇവൻ മടങ്ങി വരുമെന്ന് വീട്ടുകാർക്കാർക്കും ഉറപ്പില്ലെങ്കിലും അപ്പൻ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്നവന് വേണ്ടി ഒരു അങ്കി പിതാവ് നെയ്തുകൊണ്ടിരുന്നു. നോക്കുക, ഈ കഥയാണ് കർത്താവ് പറയുന്നത്. ഇവനെ കണ്ട ഉടനെ അവിടെ എഴുതിയേക്കുന്ന വാക്കിങ്ങനെയാണ്, ഈ പിതാവ് നേരെ ഓടി ചെന്ന് ഇവനെ കെട്ടി അങ്ങ് പിടിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഈ കഥയുടെ ഈ ഭാഗം വരെ യഹൂദന്മാർ, കേൾവിക്കാർക്ക് ഭയങ്കര സുഖമായിരുന്നു, സന്തോഷമായിരുന്നു. കാര്യം അത്ര നന്നായിട്ടാണ് യേശു അവതരിപ്പിച്ചത്. പക്ഷേ പിതാവ് ഇവനെ കണ്ടിട്ട് ഓടിച്ചെന്നു എന്ന് പറഞ്ഞപ്പോൾ കഥ കേട്ടിരുന്നവർക്ക് അരോചകമുണ്ടാകാൻ തുടങ്ങി. കാര്യം അവർ കേട്ടിട്ടുള്ള പിതാവിന് ഇങ്ങനെയൊരു സ്വഭാവമില്ല. അവർ കേട്ടിട്ടുള്ള പ്രമാണത്തിലുള്ള പിതാവിന് ഇങ്ങനെയൊരു സ്വഭാവമില്ല. ഇങ്ങനെ ഒരുവൻ തിരിച്ചു വന്നാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം, ഇങ്ങനെ ഒരുവൻ തിരിച്ചു വന്നാൽ അവനെ വീട്ടിൽ കയറ്റരുത്. അതാണ് അവർ പഠിച്ച പ്രമാണത്തിലെ പിതാവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. പക്ഷേ ഈ കഥയിൽ കർത്താവ് ആ പിതാവിൻ്റെ സ്വഭാവത്തെ മഹാദൈവത്തിൻ്റെ സ്വഭാവവുമായി കണക്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, ഈ പിതാവ് ഓടി വരുന്നെന്ന് പറഞ്ഞപ്പോൾ ചിലർ ചാടി എഴുന്നേക്കാൻ തുടങ്ങി. കാര്യം എന്നാണെന്നറിയാമോ, 60 വയസ്സ് കഴിഞ്ഞ ഒരു ഇസ്രായേലിയ പൗരൻ, അല്ലെങ്കിൽ ഒരു വാർദ്ധക്യത്തിലേക്ക് കയറുന്ന ഒരു മനുഷ്യൻ, 60 വയസ്സ് കഴിഞ്ഞാൽ അവൻ്റെ നഗ്നത കാണിക്കരുത് എന്നാണ് പ്രമാണം പറയുന്നത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന നൈറ്റി പോലെ, ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ യൂസ് ചെയ്യുന്ന പർദ പോലെ, സഹോദരിമാർ ഇവിടെ യൂസ് ചെയ്യുന്ന പർദ പോലെ, ഗൾഫ് കൺട്രീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അച്ഛന്മാർ യൂസ് ചെയ്യുന്നത് പോലത്തെ വസ്ത്രങ്ങളാണ് അവർ അവിടെ ധരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ അത് ഈ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ധരിക്കുന്ന വസ്ത്രത്തിന് വകഭേദങ്ങളുണ്ട്. പ്രായം കുറഞ്ഞവർക്ക് ഈ ഉപ്പിറ്റിയുടെ മുകൾ വരെ ആ ഡ്രസ്സ് നിൽക്കും. പക്ഷേ പ്രായം കൂടിയവർക്ക്, 60-ന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇതിങ്ങനെ നിലത്തോട് ഉരഞ്ഞു നടക്കും. എന്താ ഇതിൻ്റെ കാര്യമെന്നറിയാമോ, 60 കഴിഞ്ഞവർ അവരുടെ നഗ്നത വെളിപ്പെടുത്താറില്ല. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഓടണമെന്നുണ്ടെങ്കിൽ ഈ വസ്ത്രം ഉയർത്താതെ ഓടാൻ പറ്റത്തില്ല. ഈ വസ്ത്രം ഉയർത്തി ഓടിച്ചെന്ന് ഇവനെ കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ 60-കാരൻ അവൻ്റെ നഗ്നത, അവൻ്റെ നരിയാണിയുടെ നഗ്നത വെളിപ്പെടുത്തോ? അത് പ്രമാണപ്രകാരം തെറ്റാണ്. അതുകൊണ്ട് തന്നെ അത് നടക്കാൻ സാധ്യതയില്ല. പക്ഷേ യേശു അവതരിപ്പിക്കുന്ന പിതാവ് തൻ്റെ നഗ്നത നോക്കാതെ മകൻ മടങ്ങി വന്നെന്നുള്ള സ്നേഹത്തോട് ചെന്ന് അവനെ ചേർത്ത് പിടിക്കുന്ന പിതാവിനെ കർത്താവ് അവതരിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തിൽ അടുത്തൊരു വാചകം കേൾവിക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും അനുതാപ ഹൃദയത്തോടെ ഒരുത്തൻ അടുത്തു വരാൻ തയ്യാറായാൽ അവനെ നിയമം നോക്കാതെ ചേർത്ത് പിടിക്കാൻ കരുത്തുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമൊന്ന് തട്ടി ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ, ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നന്നായി കരമടിച്ച് ഇന്ന് രാത്രി കർത്താവിനെ ആരാധിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ നന്നായി കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുത്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ.
രക്തത്താൽ ജയം വ്യാപരിക്കുകയാണ്. അങ്ങനെ കർത്താവ് ആ കഥയിൽ പറയുന്നു, അവനെ കെട്ടിപ്പിടിച്ചു. അവർക്ക് അത് കേട്ടപ്പോഴത്തേക്കിന് കോപം ഉണ്ടായെങ്കിലും വലിയ ബഹളം ഉണ്ടാക്കിയില്ല. പക്ഷേ അവനെ കെട്ടിപ്പിടിച്ചിട്ട് അടുത്ത സെൻറ്റൻസ് അവരിൽ ചിലരെ ക്രുദ്ധരാക്കി. കാര്യം എന്നാണെന്നറിയാമോ? അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവനെ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ഒരു സന്താനം ഉണ്ടായാൽ അവനെ തിരിച്ച് വീട്ടിൽ കയറ്റത്തില്ല. ആ പടിക്ക് അപ്പുറത്തേക്ക് അകത്തോട്ട് അവനെ പ്രവേശനമില്ലാത്തതാണ്. പക്ഷേ അവിടുത്തെ പിതാവിനെ യേശു അവതരിപ്പിച്ചു. അവനെ കുളിപ്പിക്കുന്നു, നല്ല ഡ്രസ്സ് ഇടുന്നു, മോതിരമിടുന്നു, കാലിൽ ചെരുപ്പിടുന്നു, നല്ല വിശേഷ വസ്ത്രം അവനെ ധരിപ്പിച്ചിട്ട് അവന് വേണ്ടി ഒരു കാളയെ വരെ ഇറക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, കാണാതെ പോയതിന് എനിക്ക് കണ്ടുകിട്ടിയിരിക്കുകയാൽ സന്തോഷിപ്പെന്ന് പറഞ്ഞ ആളുകളെ വിളിച്ചു കൂട്ടുകയാണ്. അങ്ങനെ ഒരു പിതാവിനെ പറഞ്ഞപ്പോൾ അവർ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ പ്രമാണത്തിലില്ല. അവർ ചെന്ന് പുരോഹിതന്മാരുമായി സംസാരിച്ചു. ആ ഒരു കഥ നിമിത്തം യേശുവിനെ കൊന്നുകളയാൻ അവർ പ്ലാൻ ചെയ്തു. ഈ രാത്രി ഞാൻ ആത്മനിയോഗത്തിൽ ദൈവസഭ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന് നേരെ വിരൽ ചൂണ്ടി പറയുന്നു, നിയമപ്രകാരം മരിക്കേണ്ടവൻ മുൻപിൽ നിൽക്കുമ്പോൾ ആ നിയമത്തെ തിരുത്താൻ നിയമം തന്നവന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നന്നായി കർത്താവിനോട് മഹത്വം കൊടുത്താട്ടെ. അതായത് ഏത് നിയമമാണോ ജനത്തിന് ലഭ്യമായിട്ടുള്ളത് ആ നിയമത്തെ തിരുത്താനും ആ നിയമത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനും കഴിവുള്ള കരുത്തുള്ള ദൈവത്തെയാ ഈ രാത്രി നാം ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കഥ പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ചെന്ന് പുരോഹിതന്മാരെ കണ്ടു, യേശുവിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ യേശുവിൻ്റെ കൂടെ നടന്ന യൂദ എന്ന് പറയുന്ന ഒരാളെ അവർ പാട്ടിലാക്കുകയാണ്. ഏത് ലീഡറിൻ്റെ ഒരു പ്രശ്നമാണ് അവിശ്വസ്തനായ ഒരുത്തനയിലും കാണും. ഇടുന്നില്ല, നന്നായിട്ടൊരു ഹാലല്യ പറഞ്ഞാട്ട്. എത്ര പേര് കൂടെ ഉണ്ടെങ്കിലും അതിനകത്ത് ചില ആളുകളെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. കാര്യം അവരാ കുനിഞ്ഞു വന്ന് ചില ആളുകൾ കൈ തരാറുണ്ട്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒത്തിരി വിനയം കാണിക്കുന്നതായിരിക്കും, അല്ല അവർ കാലയിലാണ് നോക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എങ്ങനെ പിടിച്ചിടാം എന്നതായിരിക്കും നോക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 12 എണ്ണം ഉണ്ടെങ്കിൽ 12 സ്വഭാവമാണ്. പത്രോസ് ഒരു പ്രത്യേകത എടുത്തിയാട്ടം. തോമസ് തൊട്ടാലേ വിശ്വസിക്കത്തുള്ളൂ. പലരും പല സ്വഭാവം കേട്ടോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേറൊരു പുള്ളിയുണ്ട്, അയാളാണെങ്കിൽ പൈസ മാത്രം, ധനകാര്യ ഇടപാടുകൾ മാത്രമേ അയാൾ കൈകാര്യം ചെയ്യത്തുള്ളൂ. പിന്നെ വേറൊരു ഗ്രൂപ്പുണ്ട്, എല്ലാം കൂടെ ചേർത്ത് ഒരാളൊരു പ്രതിനിധിയുണ്ട്. യേശു ഡയറക്റ്റ് വെള്ളത്തിൽ കൂടെ വന്നപ്പോൾ ഭൂതമെന്ന് വിളിച്ചു. ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞുങ്ങളും ഇന്ന് വരെ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് യേശുവിനെ ഭൂതമെന്ന് വിളിച്ചിട്ടില്ല. ഒരുമിച്ച് നടന്ന 12 എണ്ണം കൂടെ ഒരേ സ്വരത്തിൽ വിളിച്ചതാ ഭൂതം പിടിക്കാൻ വരുന്നെന്ന്. ഇങ്ങനെയുള്ളതിനെയൊക്കെ കൊണ്ടു നടക്കാൻ യേശു കാണിച്ച തൻ്റെ ഇടത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. രക്തത്താൽ ജയം വ്യാപരിക്കുന്നു. നോക്കുക ദൈവമക്കളെ, ഇവിടെ ഒരു സഹോദരൻ ഇച്ചിരി കാശ് കിട്ടിയാൽ ആരെ വേണേലും ഒറ്റിക്കൊടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നു. ഇന്ന് മഞ്ഞപ്പത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സ്പോൺസേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ അവർ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടി ഒരു സഭയ്ക്കകത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു യൂദായെ അവർ കണ്ടുപിടിക്കും. അവൻ ആ ഫോൺ ഇങ്ങനെ പോക്കറ്റിൽ ഓണാക്കിയിടും. പ്രസംഗിക്കാൻ വരുന്നയാടെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് എടുത്തിട്ട് ആളുകൾക്ക് അയച്ചു കൊടുക്കും. പിന്നീട് അവനത് യൂട്യൂബിലിട്ട് കൈയടിക്കും. 2 പേർക്കേലും ഷെയർ ചെയ്തില്ലെങ്കിൽ ഒരു സന്തോഷക്കുറവുള്ള ആളുകളുണ്ട്. അവരും ആരാധിക്കുന്നവരാകട്ടോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ യൂദായുടെ സ്വഭാവമുള്ളത് ചിലത് ഇന്ന് രാത്രി മാനസാന്തരപ്പെടട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യവും ചെയ്യത്തില്ല, ഒരു വ്യക്തിയെപ്പോലും നേടത്തില്ല. ഒരുമിച്ച് എത്ര സമയം യാത്ര ചെയ്താലും ഒരു വിശ്വാസിയാന്ന് പോലും പറയാത്ത എത്രയോ ആളുകളുണ്ടെന്നറിയാമോ? കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ പറയുന്നു, തിരുത്തപ്പെടട്ടെ, യൂദായുടെ സ്വഭാവങ്ങൾ മാറട്ടെ. അങ്ങനെ യൂദായെ കയ്യിലാക്കി 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയുള്ള പ്ലാനും പദ്ധതികളും തയ്യാറാക്കി. അങ്ങനെ കർത്താവ് അത് അറിഞ്ഞു, ആത്മാവിൽ അറിഞ്ഞു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ മരണസമയം അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് അന്ത്യത്താഴത്തിന് വേണ്ടി റൂം റെഡിയാക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി മർക്കോസിൻ്റെ മാളിക മുറി കണ്ടുപിടിച്ചതായി പറയുന്നു. ഇതെല്ലാം ഞാൻ വേഗത്തിൽ ഓടിച്ചു വിടുകയാണ്, കാര്യം അതിപ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിലെ മെസ്സേജിൽ എനിക്ക് പറയുവാനുണ്ട്. നോക്കുക, അങ്ങനെ അവർ റൂം റെഡിയാക്കി അവിടേക്ക് ചെല്ലുന്നു. ആ രാത്രിയിൽ പതിവ് പോലെ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് അന്ത്യത്താഴം കൂടാറുണ്ടായിരുന്നു. എന്നാൽ ഇത് അന്ത്യത്താഴമായിരുന്നു. കർത്താവ് അവരുടെ നടുവിൽ ഇരുന്നിട്ട് 6 പേര് അപ്പുറത്തും 6 പേര് ഇപ്പുറത്തും ഇരിക്കുമ്പോൾ കർത്താവ് പതിവ് പോലെയുള്ള ശൈലികൾ വിട്ടിട്ട് അല്പം വിറയാർന്ന ശബ്ദത്തിലും അനങ്ങുന്ന വിറയ്ക്കുന്ന ചുണ്ടോടുകൂടി വിറയ്ക്കുന്ന കൈയോടുകൂടി അന്ന് രാത്രിയിലെ അന്ത്യത്താഴത്തിൽ യേശു അപ്പം കയ്യിലേക്ക് എടുക്കുകയാണ്. കൈ വിറയ്ക്കുന്നുണ്ട്, ചുണ്ട് ചെറുതായി വിറയ്ക്കുന്നുണ്ട്,
തൊണ്ട വല്ലാതെ ഇടറുന്നുണ്ട്. ആ അപ്പം കയ്യിലോട്ടെടുത്തത് മുറിക്കുമ്പോൾ ഇത് നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന ശരീരമാകുന്നു എന്ന് തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്കത് നുറുക്കി കൊടുക്കുകയാ. അവർക്കത് അപ്പം നുറുക്കുന്ന ലാഘവമായിരുന്നു. പക്ഷേ അടുത്ത മണിക്കൂറിൽ അനുഭവിക്കാൻ പോകുന്ന തൻ്റെ മുറിപ്പാടുകളെ യേശു അപ്പത്തിൽ കണ്ടു. അനന്തരം അവൻ പാനപാത്രം കയ്യിലേക്ക് എടുക്കുമ്പോൾ ആ പാനപാത്രത്തിൻ്റെ അകത്ത് താൻ ചൊരിയാൻ പോകുന്ന രക്തത്തിൻ്റെ കാഠിന്യതയും തനിക്ക് അതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന വേദനയുടെ മഹത്വവും അവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ കണ്ണ് അറിയാതെ നിറഞ്ഞിട്ടുണ്ടാവാം. എന്താണെങ്കിലും ആ ശുശ്രൂഷയ്ക്ക് ശേഷമായി യൂദായ്ക്കും അതിലൊരു പങ്ക് കൊടുത്തിട്ട് നീ ചെയ്യാനുള്ള കാര്യം വേഗം ചെയ്യാൻ പറഞ്ഞവനെ പറഞ്ഞു വിടുകയാ. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അവനെയും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ കർത്താവ് ആ ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് സഹോദരങ്ങളുമായിട്ട് ശിഷ്യന്മാരുമായിട്ട് കെദ്രോൻ തോട് കടന്നിട്ട് ഗദസമന തോട്ടത്തിലേക്ക് യേശു യാത്ര തിരിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ അവസാനത്തെ മിനിറ്റുകൾ, ഇവിടം മുതലുള്ള ഭാഗങ്ങൾ, പ്രധാന ചിന്തകൾ ആരംഭിക്കപ്പെടുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ ആദാം തകർന്നു പോയത് ഒരു തോട്ടത്തിൽ വെച്ചാണ്. ഒന്നാമത്തെ ആദാം പരാജയപ്പെട്ടത് ഒരു തോട്ടത്തിൽ വെച്ചാണ്. ആദാമല്ല പാപം ചെയ്തത്, ഹൗവയായിരുന്നു പാപം ചെയ്തത്. ഹൗവ പാപം ചെയ്തു എന്ന് ജ്ഞാനിയായ ആദാമിന് മനസ്സിലായപ്പോൾ അവളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതിന് ആദാമും ആ പാപത്തിൽ പങ്കാളിയായി തീർന്നു. എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വൃക്ഷഫലം ആദാം തിന്നുന്നത്. തൻ്റെ ഭാര്യയോടൊപ്പം അവളെ രക്ഷിക്കേണ്ടതിന്, അവളോടൊപ്പം വസിക്കേണ്ടതിന് അവൻ ആ വൃക്ഷഫലത്തെ സ്വയമായിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ തോട്ടത്തിനകത്ത് സാത്താൻ മഹത്വത്തെ അല്ലെങ്കിൽ മഹത്വപൂർണമായ അനുഭവത്തിൽ വാണുകൊണ്ടിരുന്ന മനുഷ്യനെ അവൻ്റെ വാഴ്ച തകർത്ത് കളഞ്ഞെങ്കിൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന കർത്താവ് അടുത്ത തോട്ടമായ ഗദസമന തോട്ടത്തിൽ വെച്ച് സാത്താൻ തകർത്ത് കളഞ്ഞ വാഴ്ചയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാ. അങ്ങനെ ആ തോട്ടത്തിനകത്തേക്ക് ശിഷ്യന്മാരുമായി ചെല്ലുന്നു. അവരോട് പറയുന്നു, അല്പസമയം പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് കർത്താവ് ഇച്ചിരി മാറിപ്പോയി. അവിടെ എഴുതിയേക്കുന്ന 3 എഴുത്തുകളിലും വ്യത്യസ്ത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അവിടേക്ക് ചെന്നിട്ട് കർത്താവ് കവന്നു വീണ് പ്രാർത്ഥിച്ചെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയരെ, നന്നായി കേൾക്കുക. കവന്നു വീണ് പ്രാർത്ഥിക്കുക പഴയ നിയമത്തിൽ ചില ഭാഗങ്ങളിൽ മാത്രം കാണാം. എന്നാൽ യേശുവിൻ്റെ പ്രാർത്ഥന ഒരു സാധാരണ പ്രാർത്ഥനയല്ലായിരുന്നു. ഒന്നെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് വീണു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. യേശു അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് പ്രിപ്പയർ അല്ല കർത്താവ്. അത്ര കഠിനമായ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് യേശു ശരീരത്തിൽ അനുഭവിക്കുന്നത്. അത്ര കഠിനമായ ബുദ്ധിമുട്ട് യേശു ശരീരത്തിൽ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ബലം ചോരാൻ തുടങ്ങി. അവനാ വീണു പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, താങ്ങാൻ പറ്റാത്ത വിഷമം കൊണ്ട് അവൻ ആ പ്രാർത്ഥനയിൽ വീണുപോയി. അവിടെ കിടന്നിട്ട് സംസാരിക്കുന്ന ആദ്യത്തെ വാചകം ഇതാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. അതായിരുന്നു യേശുവിന്റെ പ്രാർത്ഥന. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് പറഞ്ഞു, എനിക്കത് കഴിയും, പക്ഷേ നിന്നിലൂടെ ഞാൻ പ്ലാൻ ചെയ്ത പദ്ധതി വഴിമാറിപ്പോകും. എനിക്കിത് നിസ്സാരമായി നിന്നിൽ നിന്ന് മാറ്റാൻ കഴിയും, പക്ഷേ നീ ഇത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. നീ ഇത് അനുഭവിച്ചെങ്കിൽ മാത്രമേ നിന്നിലൂടെ ഞാൻ പ്ലാൻ ചെയ്ത പദ്ധതി എനിക്ക് ഭൂമിയിൽ അവലംബിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ പരസ്യമായിട്ട് ഇതിനകത്ത് പന്തലിൻ്റെ അകത്തിരിക്കുന്ന ദൈവമക്കൾക്ക് നേരെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിരൽ ചൂണ്ടി പറയുന്നു, നിന്നെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്ത പദ്ധതി വഴിമാറിപ്പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം പ്ലാൻ ചെയ്തൊരു പദ്ധതി, പാസ്റ്ററെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം പ്ലാൻ ചെയ്തൊരു പദ്ധതി, ഷൈജു ബ്രദറിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പ്ലാൻ ചെയ്തൊരു പദ്ധതി, ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ ഡിസൈൻ ചെയ്ത ഒരു പദ്ധതി, അത് വഴിമാറിപ്പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതാരെ ഏൽപ്പിച്ചോ അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ ഇന്ന് രാത്രിയിലും കർത്താവിന്റെ വിശ്വസ്തത നമ്മുടെ നടുവിൽ വ്യാപരിക്കുകയാ. അങ്ങനെ കർത്താവ് വീണ് കടന്ന് കരയുകയാണ്. എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, ഞാൻ കരഞ്ഞത് കൊണ്ട്, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടുവാ നീ ഇന്ന് ഇത്രത്തോളം വിശ്വാസത്തിൽ നിൽക്കുന്നത്. ഞാൻ ചേർത്ത് പിടിച്ച് കവിളയിൽ ഉമ്മ കൊടുത്തിട്ട് സന്തോഷത്തോടെ ആ മുടിക്കൂടെ ഒന്ന് തലോടിയിട്ട് പറയും, നല്ലതാണ്, മക്കളാകുമ്പോൾ അമ്മമാർ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് ഇപ്പം 2 പിള്ളേരുണ്ട്. മൂത്തവൾ ഇപ്പം നീറ്റിന് പഠിക്കുന്നു, രണ്ടാമത്തവൾ 7th പഠിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ 2പേരും ഞാൻ ഇന്ന് വരെ തല്ലിയിട്ടില്ല. പക്ഷേ ചേർത്ത് പിടിച്ച് ഞാൻ അവരെ സ്വാന്തനിപ്പിക്കാറുണ്ട്, സ്നേഹം കാണിക്കാറുണ്ട്.
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെന്നോട് പ്രാർത്ഥിക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ അമ്മമാര് ഉറപ്പായിട്ടും പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ കർത്താവ് വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മറന്നു പോകരുത്. ഈ പിണറുവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയും പേർ കൂടിയിരിക്കുന്നു. എത്ര കസേരയിൽ ആളുണ്ടെന്ന് എനിക്കറിയില്ല, എത്ര പേര് നിന്ന് കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് രാത്രി ആരോഗ്യമുള്ളവനായി, ആയുസ്സുള്ളവനായി, സൗന്ദര്യമുള്ളവനായി, നന്മയുള്ളവനായി, നല്ല വീടുള്ളവനായി, നല്ല വാഹന സൗകര്യമുള്ളവനായി, ആരോഗ്യപരമായ ശരീരമുള്ളവനായി ഇന്ന് രാത്രി നീ കസേര വന്നിരുന്ന് ഈ വചനം കേൾക്കാൻ കാരണം എന്നാണെന്നറിയാമോ? അന്നവൻ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ മറുപടിയാ ഇന്ന് നിനക്ക് കിട്ടിയ ആരോഗ്യം എന്ന് പറയുന്നത്. കൈയടിച്ച ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ ശക്തിയോടെ അവനെ ആരാധിക്കട്ടെ. പ്രാർത്ഥിച്ചവരെല്ലാം എല്ലാവർക്കുമായിട്ട് ദൈവത്തിന് നന്ദി പറയുക. രജി നാരായണൻ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മയും അപ്പനും ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ കർത്താവ് അദ്ദേഹത്തിന് വേണ്ടി തകർക്കപ്പെട്ടു. ചന്ദ്രശേഖരൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാ, പ്രാർത്ഥിക്കാൻ അപ്പനും അമ്മ ഇല്ലായിരുന്നു, പക്ഷെ അയാളെ കർത്താവ് സേവ് ചെയ്തു. ഹലോ, വിശ്വസിക്കുന്നവര് രാമൻ പറഞ്ഞാട്ടെ. നസീമ ബീവി, പ്രാർത്ഥിക്കാൻ ആരുമില്ലായിരുന്നു, കർത്താവ് അന്ന് തകർന്നു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അവരെ വിടുതലിലേക്ക് കൊണ്ടുവന്നത്. പ്രാർത്ഥിക്കാൻ പിറകിൽ ആരും ഇല്ലാഞ്ഞിട്ടും ചിലർ ഈ പുസ്തകം എടുത്തതിന്റെ കാര്യം ഗദസമനയിലെ ആ പ്രാർത്ഥനയാ. കർത്താവ് തിരിച്ചു വന്നു. ആ പ്രാർത്ഥന 2 പ്രാവശ്യം ഉണ്ട്. കർത്താവ് തിരിച്ചു വന്നു. സഹോദരന്മാരെ നോക്കിയപ്പോൾ എല്ലാവരും ഉറങ്ങുന്നവരോട് പറഞ്ഞു, നന്നായിട്ട് ഉറങ്ങിക്കൂ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില ആളുകൾ ഇന്നും അങ്ങനെയുണ്ട്, പ്രാർത്ഥനാ വിഷയം ഏൽപ്പിച്ചിട്ട് അവർ സൂപ്പറായിട്ട് ഉറങ്ങും, ഓൾ നൈറ്റിന് വരത്തില്ല, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചർച്ച ഒരു ഹോൾ നൈറ്റ് വെച്ച് കഴിഞ്ഞാൽ വിഷയമെല്ലാം എഴുതി കൊടുക്കും, അവർ പോയി സൂപ്പറായിട്ട് ഉറങ്ങും. ഈ പ്രാർത്ഥിക്കുന്നവർ ഉറക്കം ഉളച്ചിരുന്നു പ്രാർത്ഥി. അവരെ വഴക്ക് പറഞ്ഞെങ്കിൽ കർത്താവിൻ്റെ സമയത്തും ഉണ്ടായിരുന്നു, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവരെ കണ്ടപ്പോൾ സങ്കടം തോന്നിയിട്ട് കർത്താവ് പിന്നെയും പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തതുള്ളികൾ പോലെയായി. ഈ വിയർപ്പ് തുള്ളി രക്തതുള്ളി ആകുക എന്നൊക്കെ പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ഒരു അറ്റാക്കൊന്നും അല്ല, ഒരു 6 or 7 അറ്റാക്കൊക്കെ ഒരുമിച്ചുണ്ടാകണം. അണലി കടിക്കുമ്പോഴാണ് സാധാരണയായിട്ട് ഈ വെസൽസിൻ്റെ ഒക്കെ, ഈ ശരീരത്തിൻ്റെ തൊക്കിനടുത്ത് കിടക്കുന്ന വെസൽസിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പുറത്തോട്ട് വരുന്നത്, ഈ രോമകൂപങ്ങളുടെ അകത്ത് നിന്ന് ബ്ലഡ് പുറത്തോട്ട് വരുന്നത്. ഈ റീസെൻ്റ്ലി കണ്ടുപിടിക്കപ്പെട്ട ഡെങ്കിപ്പനിക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞാലും കൂടിയാലും അത് സംഭവിക്കാറുണ്ടെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടാറുണ്ട്. എന്താണെങ്കിലും നോക്കിക്കേ, ഇതിങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഹാർഡായൊരു പെയിൻ യേശു അനുഭവിക്കുന്നുണ്ട്. വിയർപ്പ് തുള്ളി രക്തതുള്ളിയായി തീരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കഠിനത ചെറുതല്ല. അത്രയും വേദന യേശു അനുഭവിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് പടയാളികൾ വന്ന് യേശുവിനെ പിടിക്കുന്നത്. യേശുവിനെ വന്ന് പിടിക്കുന്നു, അവനെ അറസ്റ്റ് ചെയ്യുന്നു, കൊണ്ടുപോകാൻ നേരം പത്രോസ് ശ്ലീഹ തൻ്റെ കയ്യിൽ ഒരു കത്തി ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു അത്ഭുതം തോന്നിയ കാര്യം പറയാം. 3.5 വർഷം കർത്താവിൻ്റെ കൂടെ നടന്നിട്ടു കർത്താവിന് ഇതുവരെ പിടുത്തം കിട്ടിയില്ല പുള്ളിയുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടെന്ന്. എടുക്കട്ടെ, കർത്താവിൻ്റെ കണ്ണ് വരെ കെട്ടി കത്തി കൊണ്ട് കിടക്കുന്ന പത്രോസുമാർ. ആ സമയത്ത് പുള്ളി ആ കത്തി അങ്ങോട്ട് എടുത്തു. കത്തിയെടുത്ത് കറക്റ്റായിട്ട് കർത്താവ് എന്തോ വിളിച്ചതോ തട്ടുകയോ എന്തോ ചെയ്തുകൊണ്ടല്ലേ കഴുത്ത് മുറിഞ്ഞു പോയാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒറ്റ വെട്ടി കാതറുത്ത് ദൂരെ കളഞ്ഞു. കാതറുത്ത് താഴെ വീണപ്പോൾ ആ ഇരുട്ടത്തെങ്ങനെ കാത് കണ്ടുപിടിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ഇരുണ്ട് മൂടിക്കിടക്കുന്ന തോട്ടത്തിൽ ഇവൻ്റെ ചെവി വെട്ടിക്കളഞ്ഞപ്പോൾ ആ ചെവി താഴെ വീണ് കിടക്കുന്ന കണ്ടിട്ട് കർത്താവ് അത് എടുത്തിട്ട് ചെവി നേരെ അങ്ങോട്ട് ചേർത്തിട്ട് കൈ ചേർത്ത് ഒരു പിടുത്തം അങ്ങ് പിടിച്ച് കൈ വിട്ട ഉടനെ അവൻ തൊട്ട് നോക്കിയപ്പോൾ ചെവി അതുപോലെ തന്നെ ഉണ്ട്. ആ സർജറിക്ക് ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്. ആ സർജറിക്ക് ഒരു 6 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ഐസിയുവിൽ കിടക്കേണ്ടി വരും. പക്ഷെ 6 മണിക്കൂർ കൊണ്ട് നടക്കേണ്ട സർജറി 1 മിനിറ്റ് കൊണ്ട് പോലും 1 മിനിറ്റ് പോലും എടുക്കാതെ ചെയ്ത ഒരാളാണ് ഞാൻ ഇന്ന് രാത്രി ഉയർത്തി കാണിക്കുന്ന കർത്താവ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഇന്ന് രാത്രി അവൻ സർജറായി നമ്മുടെ നടുവിൽ എഴുന്നള്ളിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ നന്നായി കൈയടിച്ചതിനെ സ്വീകരിച്ചാട്ടെ. ഈ രാത്രി, ഈ കടശി രാത്രിയാണ്. ഈ മീറ്റിങ്ങിന്റെ ഇന്ന് രാത്രിയിൽ പൈസ കൊടുക്കാതെ സർജറി ചെയ്യുന്ന ഒരാൾ ഈ രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിച്ച് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ.
ഞങ്ങളുടെ ചർച്ചിലൊരു കുവൈറ്റിലൊരു അമ്മാമയുണ്ട്. അമ്മാമ ചർച്ചയിൽ വന്നാലൊന്നും കൈയൊന്നും അടിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്കിലെ കസേരയിൽ ഇങ്ങനെ വന്നിരിക്കും. കൈ അടിക്കത്തില്ല, കൈ ഉയർത്തത്തില്ല, ഒന്നും ചെയ്യത്തില്ല. സത്യം പറഞ്ഞാൽ ഒരു ഡെഡ് ബോഡിക്ക് സമാനമായി ചർച്ചിലിരിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു വികാരങ്ങളും ഇല്ലാതിരിക്കുന്ന ആളുകളെയും ഞാനിവിടെ കാണുന്നുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്തോത്രം. നോക്കുക, അപ്പോൾ അങ്ങനെ വന്നിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ വന്ന് ഇരിക്കുന്ന ആ സമയത്ത് ഒരു ദിവസം ഞാൻ പ്രസംഗിച്ചപ്പോൾ ഈ അമ്മാമ ഒരു ചാട്ടം അങ്ങ് ചാടിയിട്ട് നിൽക്കണ്ടേ, ഇവരിച്ചിരി വണ്ണം കൊണ്ട് നല്ല വയറാ. ചാടിയിട്ട് അവരങ്ങ് ഭയങ്കരമായിട്ട് കൂവി യേശുവേന്ന് പറഞ്ഞങ്ങ് ആരാധിക്കാൻ തുടങ്ങി. ഇവരെ പിടിക്കാൻ 4 പേര് നിന്നിട്ടും ഇവർ ഒതുങ്ങുന്നില്ല. ചാടി തുള്ളി 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 ഇവർ ഫ്രണ്ടിൽ വന്ന് കസേരയുടെ, സ്ത്രീകളുടെ ഇരിക്കുന്ന കസേരയുടെ ഫ്രണ്ടിൽ വന്നു വീണു. അവിടെ കിടന്ന് ഉരുളുക. ഇറങ്ങി ചെന്ന് ഞാൻ തലേ കൈവച്ചു. ഇപ്പം ശാന്തതയുണ്ടായി. അവരെ പിടിച്ച് സഹോദരിമാർ കസേര കൊണ്ടിരുത്തിയപ്പോൾ പിന്നെയും കസേര പടത്തി അവർ താഴെ പോയിട്ട് അവിടെ കടന്ന് പിന്നെയും കരയുക. കർത്താവിനെ തൊട്ടു, കർത്താവിനെ സൗഖ്യമാക്കി, കർത്താവിൻ്റെ ദേഹത്ത് അത്ഭുതം ചെയ്തു. എനിക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അമ്മാമ ഭയങ്കര ആവേശത്തിൽ, ഇതുവരെ ഇല്ലാത്തൊരു ആവേശവും ഇതുവരെ ഇല്ലാത്തൊരു ഹാലേലിയ വിളിയും സ്തോത്രം പറച്ചിലും, ഭയങ്കരമായിട്ട് ദേഹം വിറയ്ക്കുന്നു, ചുണ്ട് വിറയ്ക്കുന്നു, ഭയങ്കര സന്തോഷം. ഹസ്ബൻഡുമായിട്ടാണ് വന്നിരിക്കുന്നത്, അച്ഛനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എന്നെ കർത്താവ് തൊട്ടു, ഒരു കൈ വന്ന് എൻ്റെ വയറെ തൊട്ടു, എൻ്റെ സർജറി വഴിമാറി. ആമേൻ. എനിക്ക് പിടുത്തം കിട്ടിയില്ല, ഇവരെന്തോ ഈ പറയുന്നതെന്ന്. ഞാൻ ചോദിച്ചു സർജറിയോ? അപ്പോൾ അവിടുന്ന് കുവൈറ്റിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് ചർച്ചിനോട് പോലും അറിയിക്കാത്തൊരു സർജറിക്ക് കാരിത്താസ് ഹോസ്പിറ്റലിനകത്ത് ആ സൺഡേക്ക് ശേഷം ബുധനാഴ്ച സർജറിക്ക് വേണ്ടി അവർ ഡേറ്റ് എടുത്തിട്ടാണ് ഈ ആരാധനയ്ക്ക് ഞായറാഴ്ച വന്നിരിക്കുന്നത്. ഹലോ, വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞാട്ടെ. എനിക്കറിയത്തില്ല, ഞങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല, പാസ്റ്ററായ എന്നോട് ഷെയർ ചെയ്തിട്ടില്ല, സഭയോട് ഷെയർ ചെയ്തിട്ടില്ല, ആരോടും ഇവർ പറഞ്ഞിട്ടില്ല. എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇവരെന്താ കൈയടിക്കാത്തത്, ഇവരെന്താ അധികം കൈയടിച്ച് നൃത്തം ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ഇവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവർ കൂട്ടിച്ചേർക്കുകയാ, പാസ്റ്ററെ എൻ്റെ ഗർഭാശയത്തിനകത്ത് 4.5 കിലോ അടുത്തു വരുന്നൊരു മുഴ ഉണ്ടെന്നാണ് കുവൈറ്റിലെ റിപ്പോർട്ടുകളുടെ അകത്ത് നിന്ന് എൻ്റെ കൈവശം വീട്ടിലിരിക്കുന്ന സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഏകദേശം 4.5 കിലോ അടുത്തുള്ള ഭയങ്കര ഒരു വയറാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷെ കർത്താവിന്റെ ആത്മാവിൽ അവർ പറയുകയാണ്, എന്റെ സർജറി ഞായറാഴ്ച നടന്നു, എന്റെ സർജറി ബുധനാഴ്ച നടക്കത്തില്ല, എന്റെ സർജറി നടന്നു കഴിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നവർക്ക് നേരെ വിരൽ ചൂണ്ടി പറയുന്നു, ഈ രാത്രി ചിലരുടെ സർജറി നടക്കാൻ പോകുകയാണ്. വിശ്വസിച്ച് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ഹാർട്ടുമായിട്ട് റിലേറ്റഡായി, നിന്റെ കരളുമായിട്ട് റിലേറ്റഡായി, നിന്റെ കിഡ്നിയുമായിട്ട് റിലേറ്റഡായി, നിന്റെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുമായിട്ട് റിലേറ്റഡായി ഈ രാത്രി അത്ഭുതം ചെയ്യുന്ന കർത്താവ് ഇതിനകത്ത് എഴുന്നള്ളി വന്നിട്ടുണ്ട്. കരം തട്ടി ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ ശക്തിയോടെ അവന്റെ നാമത്തിന് ആരാധന കൊടുക്കട്ടെ. കർത്താവിന്റെ നാമം മാത്രം മഹിമപ്പെടട്ടെ. കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ സർജറി വിഭാഗത്തിലെ പ്രൊഫസറുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന സാക്ഷിയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ആമേൻ പറയാവോ? കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മാത്രം പറയാം. അവർ പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ കർത്താവിൽ സന്തോഷിച്ചു. അച്ഛൻ ഉടനെ പറഞ്ഞ ഡയലോഗ് എന്നാ പറയും, എൻ്റെ പാസ്റ്ററെ ഇവളങ്ങനെയൊക്കെ പറയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ഇതൊക്കെ പുറമേ നോക്കിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ വല്ല ടെസ്റ്റ് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. ഇവൾ തൊട്ടു എന്ന് പറയും, അല്ലാതെ ഇത് ടെസ്റ്റ് ചെയ്താലേ ഇത് കറക്റ്റ് ആകത്തുള്ളൂ. അപ്പം ഞാൻ ഇവരുടെ 2 പേരുടെ ഇടയിൽ പറയാം, അച്ഛനൊന്നും പറയണ്ട, അമ്മാമ്മയോട് പറഞ്ഞ് എതിർത്തും പറയാൻ പോകണ്ട. ഒരു കാര്യം ചെയ്യ്, നാളെ അല്ലെങ്കിൽ ഇന്നോ ഡോക്ടറെ വിളിച്ചിട്ട് നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് സ്കാൻ ചെയ്യണമെന്ന് പറയുക. പ്രൈസ് ലോ. ദൈവകൃപയാൽ ഇവർ ഡോക്ടറെ വിളിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു മൺഡേ രാവിലെ വരാൻ പറഞ്ഞു. രാവിലെ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ആദ്യം ദേഷ്യപ്പെട്ടു. രണ്ടാമത് പറഞ്ഞു, ഇവർ അനുഭവസാക്ഷ്യം പറഞ്ഞു, ചർച്ച വെച്ച് ആരാധിച്ചു, എന്തോ വയറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ അനുഭവപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് സ്കാൻ ചെയ്തേ പറ്റൂ. എന്താണെങ്കിൽ ഡോക്ടർ മനസ്സോടെ എഴുതി കൊടുത്തിട്ട് പറയും, നിങ്ങളുടെ കാശല്ലേ പോകുന്നത്, വേണമെങ്കിൽ പോയി നോക്കാൻ പറയും. അങ്ങനെ എഴുതി കൊടുത്തു. സ്കാനിങ് റിപ്പോർട്ട് വന്നു. സ്കാൻ ചെയ്യുന്ന ഡോക്ടർമാർക്കും കണ്ടാൽ അറിയാം. നോക്കിയപ്പോഴത്തേനും പുള്ളിക്കാരി ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു സ്തോത്രം പറയാവോ? ആ റിപ്പോർട്ടുമായിട്ട് വൈകുന്നേരം ഡോക്ടറുടെ ക്യാബിനിൽ ചെന്നപ്പോൾ ആ പ്രൊഫസർ എഴുന്നേറ്റു, ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റു.
ഐ കാൺ ബിലീവ്, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇതെന്ത് മിറക്കിളാണെന്ന് ചോദിച്ചപ്പോൾ അവർ സഭയെപ്പറ്റി പറഞ്ഞു, എൻ്റെ കാര്യം പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതൊരു ഓപ്പണിംഗ് ആയിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാം, കിഴവിക്കഥകൾ പറഞ്ഞ് കൈയടിപ്പിക്കുകയല്ല, ഈ രാത്രി നടന്ന സംഭവങ്ങൾ പരസ്യപ്പെടുത്തുകയാണ്. ഒരു സർജൻ ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിൽ വന്നിട്ടുണ്ട്. അവൻ്റെ പേര് യേശു എന്നാണ്. ചെലവ് കൂടാതെ നമ്മെ സൗഖ്യമാക്കുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്ന ഒരു രാമൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയോണം. നിപ്പി താഴെ പോയി കഴിഞ്ഞ് ഒരു തനിച്ചുള്ളൊരു റൂമിനകത്തോട്ട് കയറുമ്പോഴാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഈ ആന്തരിക അവയവങ്ങളിൽ ഏതിനേലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഈ അവയവങ്ങളുടെ വില മനസ്സിലാക്കുന്നത്. കരളിന് ബുദ്ധിമുട്ടുണ്ടായ ഏറ്റവും കുറഞ്ഞ 20 ലക്ഷം രൂപയാണ് സർജറിക്ക്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം തന്ന കരളിനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞോണം. അപ്പോൾ കർത്താവിൻ്റെ കരത്തിൻ്റെ സൗജന്യമായ സൗഖ്യ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ആ വചനത്തെ ആത്മാർത്ഥമായി സ്വീകരിച്ചോണം. ആ കരം നമ്മുടെ മേൽ ശക്തിയോടെ ചലിക്കും. അതൊരത്ഭുതമായി മാറുകയും ചെയ്യും. ആ ഭാഗം വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. നോക്കുക, കർത്താവിനെ അവർ പിടിക്കുന്നു, ഇദ്ദേഹം വെട്ടുന്നു, ചെവി ചേർത്ത് പിടിക്കുന്നു, വലിയൊരു അത്ഭുതം നടക്കുന്നു. ആ പടയാളി പിന്നെ കർത്താവിനെ ഉപദ്രവിക്കത്തില്ല. അയാൾക്ക് പറയണമെന്നുണ്ട്, കർത്താവ് എൻ്റെ ചെവി കറക്റ്റാക്കി തന്നെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ മറ്റവന്മാർ വിശ്വസിക്കത്തില്ല. അത് കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നതെന്നറിയോ, നേരെ കൊണ്ടുപോവുകയാണ്. 7 കോടതികളിൽ 5 കോടതികളിൽ 7 പ്രാവശ്യം യേശു വിസ്തരിക്കപ്പെടുന്നു. വിസ്തരിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് പത്രോസ് തന്നെ അനുഗമിച്ചതായി രേഖപ്പെടുത്തുന്നു. അവിടെ എഴുതിയേക്കുന്നൊരു വാക്യം ഇങ്ങനെയാണ്. കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി കോഴി 2 പ്രാവശ്യം കൂവും, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. കോഴി വരെ 2 പ്രാവശ്യം തള്ളിപ്പറയത്തുള്ളൂ, പക്ഷേ കൂടെ വന്ന് നീ എന്ത് ചെയ്യും? 3 പ്രാവശ്യം തള്ളിപ്പറയും. എന്തോ പ്രവചനദൂതിൻ്റെ നിവൃത്തിയാണെന്ന് നോക്കിയേ. കർത്താവ് എന്തു പറഞ്ഞു അക്ഷരം പ്രതി അത് നടക്കുകയാണ്. അകത്തളത്തിൽ വെച്ച് കർത്താവിനെ വിസ്തരിക്കാൻ തുടങ്ങി. വിസ്തരിച്ചവർക്ക് ആർക്കും അവനിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരാളെ മാത്രമേ യാഗമൃഗമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. ലേവി നിയമപ്രകാരം ആടിനെ അറക്കുവാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ അതിന് ഊനമുണ്ടെന്ന് കണ്ടാൽ അതിനെ യാഗപീഠത്തിലേക്ക് വിടത്തില്ല. ഊനമില്ലെന്ന് കണ്ടാൽ അതിനെ അറക്കണം. അതാണ് നിയമം എന്ന് പറയുന്നത്. നിയമപ്രകാരം യാഗമൃഗമാകാൻ യേശു എന്തുകൊണ്ടും യോഗ്യനായിരുന്നു. അതുകൊണ്ട് ആർക്കും അവനിൽ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവസാനത്തെ പ്ലാറ്റ്ഫോമായ പീലാത്തോസ് എന്ന ഗവർണറുടെ പ്ലാറ്റ്ഫോമിലേക്ക് കർത്താവ് നടക്കപ്പെടുന്നു. അവിടേക്ക് കർത്താവിനെ കൊണ്ടുചെല്ലുന്നു. പരസ്യ ന്യായവിധിക്ക് വേണ്ടിയുള്ള സംഭാഷണങ്ങൾ പീലാത്തോസ് നടത്തുകയാണ്. ആരോപണ വിധേയമായ കുറ്റങ്ങൾ ഓരോന്നോരോന്നായി കർത്താവിൻ്റെ നേരെ വിരൽ ചൂണ്ടി എന്തു ചെയ്യുന്നതെന്നറിയാമോ? പീലാത്തോസ് അവതരിപ്പിക്കുകയാണ്. അവതരിപ്പിച്ചിട്ട് അദ്ദേഹം തൻ്റെ ധാർഷ്ട്യത്തിനകത്ത് വെച്ച് ഒരു വാക്ക് പറയുകയാണ്. നിന്നെ വിട്ടയപ്പാൻ എനിക്ക് അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ? ഒന്നുകൂടി ഞാൻ ആ വാക്ക് പറയാം. നിന്നെ വിട്ടയപ്പാൻ എനിക്ക് അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ എന്ന് ഒരു ധാർഷ്ട്യഭാവത്തിൽ പീലാത്തോസ് എന്ന ഗവർണർ ചോദിക്കുമ്പോൾ അതുവരെ തലകുനിച്ച് നിന്ന കർത്താവ് തല ഉയർത്തിയിട്ട് ശക്തിയോടെ തൻ്റെ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയ്ക്കകത്ത് നിന്ന് ഒരു മറുപടി പറഞ്ഞു. ആ മറുപടി ഇതാണ്: മുകളിൽ നിന്ന് കിട്ടാതെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാവോ? നിൽക്കുന്നത് ഒരു കൊലക്കളത്തിൽ, നിൽക്കുന്നത് ഒരു ന്യായാധിപ സംഘത്തിൻ്റെ നടുവിൽ, നിൽക്കുന്നത് ഒരു ബലഹീനനായി കയ്യിൽ ആമം ധരിച്ചുകൊണ്ടൊരു ബലഹീനനെ പോലെ നിൽക്കുന്നു. ഒരു സപ്പോർട്ടുമില്ലാത്തൊരു സ്റ്റേജിൽ അത്ര തൻ്റെ അടുത്തൊരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ദൈവത്വത്തിൻ്റെ ശക്തി എന്തുമാത്രമായിരിക്കും. ആ തല ഉയർത്തിപ്പിടിച്ച് സംസാരിച്ച വാക്ക് കേട്ടപ്പോൾ ഉള്ളിൽ കിടുങ്ങുന്നത് പോലത്തെ ഒരു അനുഭവം പീലാത്തോസിനുണ്ടായി. പീലാത്തോസ് വിറച്ച് കണ്ടേക്കാൻ കാര്യം അവന് മനസ്സിലായി, ഇപ്പോൾ ഇവൻ നിൽക്കുന്നത് പൂർണ്ണ ദൈവത്വത്തിലാണ്. ഇന്ന് രാത്രി ഞാൻ ആ വാചകത്തെ പരസ്യമായിട്ട് ഒരു വാക്കുകൂടി ഉച്ചരിക്കുകയാണ്. മുകളിൽ നിന്ന് അധികാരം കിട്ടാതെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ പട്ടണം ഭരിക്കുന്ന ഏത് ദേശാധിപതി ശക്തി ഉണ്ടെങ്കിലോ നീ അതിനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. മുകളിൽ നിന്ന് അനുവദിക്കാതെ ആർക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല, ആർക്കും നിന്നെ ബാധിക്കാൻ കഴിയത്തില്ല. കൈതട്ടി നന്നായിട്ട് ആ വചനത്തെ സ്വീകരിച്ചാട്ടെ. ദൈവം അനുവദിക്കാതെ നിന്റെ തലയിലെ ഒരു മുടിനാര് പോലും താഴെ പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസിക്കുന്നവർ നന്നായി കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം മഹിമപ്പെടട്ടെ. അങ്ങനെ കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും ഈ യഹൂദന്മാരുടെ പ്രീതി കിട്ടേണ്ടതിനായിട്ട് ഈ പീലാത്തോസ്
പീലാത്തോസ് യേശു കർത്താവിനെ ബറബാസ് എന്ന് പറയുന്ന ഒരു കള്ളനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ നിർത്തിയിട്ട് ചോദിച്ചു, ഇവരിൽ നിങ്ങൾക്ക് ആരെ വേണം? പതിവ് പോലെ ഇങ്ങനെ ഒരു സമയത്ത് ഒരു കുറ്റവാളിയെ വിട്ടയക്കാറുണ്ട്. അതുകൊണ്ട് ഇവരിൽ ആരെ വേണം എന്ന് ചോദിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരിക. ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം, അന്നേരം നിങ്ങൾക്ക് അത് മനസ്സിലാവും. രണ്ടുപേരും വന്നേ, പോരൂ, ഓടിപ്പോരൂ. ദൈവത്തിന് മഹത്വം. ഇവരെ കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഇപ്പുറത്തോടാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ഇവരെ ആരെങ്കിലും കർത്താവാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് പറയാൻ ഞാൻ ആകുന്നതുകൊണ്ട് ഞാനങ്ങ് കർത്താവ് ആകുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓക്കെ, അല്ല, ഞാനങ്ങ് പീലാത്തോസ് ആകുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പീലാത്തോസാണ്, ഇവനെ കർത്താവാക്കുക. എൻ്റെ വലത്ത് നിൽക്കുന്നുണ്ട്, ഇവനെ കർത്താവാക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ രണ്ട് സഹോദരങ്ങളാണോ? ഓക്കെ. ഇവനെ ബറബാസു ആക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ഇവനെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഒറ്റ കുഞ്ഞുങ്ങളും ഈ കുഞ്ഞുങ്ങളെ ഈ പേര് വിളിച്ചേക്കല്ലേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ബറബാസും. അപ്പോൾ തന്നെ ഇതാരാന്നറിയാവോ? കർത്താവായ യേശു. തല കുനിച്ചു പിടിച്ച മോനെ. കർത്താവിൻ്റെ തല കുനിഞ്ഞു നിൽക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ തല ഉയർന്നു നിൽക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് നീ തല പൊക്കാവുള്ളൂ. നോക്കുക. അപ്പോൾ കർത്താവിൻ്റെ തല കുനിഞ്ഞു നിൽക്കുന്നു, ബറബാസിൻ്റെ തല ഉയർന്നു നിൽക്കുന്നു. പീലാത്തോസ് ജനത്തോട് ചോദിക്കുക, നിങ്ങൾക്ക് ബറബാസിനെ വേണോ കർത്താവിനെ വേണോ? ബറബാസിനെ വേണോ നിങ്ങളുടെ രാജാവായ യേശുവിനെ വേണോ? ജനമെല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് ബറബാസിനെ മതി, യേശുവിനെ കൊന്നുകളാ. നീ ഒന്ന് നന്നായിട്ട് ചിരിച്ചടാ. ഒന്നുകൂടി ചിരിക്കടാ. ഓക്കെ. ബറബാസ് ഈ സ്റ്റേജ് വന്നപ്പോൾ മുതൽ വിറച്ചോണ്ടാണ് വന്നേ. കാര്യം 10 പ്രാവശ്യം തൂക്കിക്കൊല്ലാൻ പാകത്തിലുള്ള പാപം ചെയ്തവനവൻ. ഇവൻ ഉറപ്പായിട്ടും മരണം പ്രതീക്ഷിച്ചാണ് കയറി വന്നേ. പക്ഷെ ആ സ്റ്റേജെ വെച്ച് ഇവനൊരു ലോട്ടറി അടിക്കുക. ജനമെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, ബറബാസിനെ മതി എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ച് തുള്ളിച്ചാടുക. ഇവൻ തുള്ളിച്ചാടിയ സമയത്ത് യേശു മെല്ലെ തൻ്റെ ശിരസ് ഉയർത്തിയിട്ട് പീലാത്തോസിനെ കവർ ചെയ്ത് ബറബാസിൻ്റെ മുഖത്തോട്ടൊരു നോട്ടം നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിൻ്റെ മരണം മാറാൻ കാരണം ആരവം മുഴക്കിയ ജനം കാരണമല്ല, നടുക്ക് പീലാത്തോസ് വന്നതുകൊണ്ടല്ല, നിന്നോടൊപ്പം സ്റ്റേജിൽ ഞാൻ വന്നതുകൊണ്ടാണ്. വിശ്വസിക്കുന്നവരോട് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ആത്മാർത്ഥമായിട്ട് പറയുന്നു, നിന്റെ മരണം മാറാൻ കാരണം നിയമത്തിൻ്റെ ശക്തി ഉള്ളതുകൊണ്ടല്ല, കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ടാ. കരമടിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ശക്തിയോടെ അവന്റെ നാമത്തിന് ആരാധന കൊടുക്കട്ടെ. യേശുവിന്റെ നാമം മാത്രം ജയമെടുക്കട്ടെ. അദ്ദേഹം വിടുവിക്കപ്പെട്ടു. അവനെ ജനം ആർത്തിരമ്പി എടുത്തോണ്ട് പോയി. യേശുവിനെ നേരെ പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഇവനെ അടിച്ചിട്ട് വിട്ടയക്കാൻ പോകുകയാ. അപ്പോൾ അതിൽ വിജയിച്ചില്ലെന്ന് കണ്ടപ്പോൾ പീലാത്തോസിൻ്റെ ഭാര്യ ക്ലൗദിയ പെർക്കുല്ല എന്നു പേരുള്ള ഒരു യുവതി ഒരു ദർശനം കണ്ടു. നീ ന്യായം വിധിക്കാൻ പോകുന്ന മനുഷ്യൻ അവൻ നീതിമാനായതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് അവൾ കണ്ടൊരു സ്വപ്നത്തിൻ്റെ വെളിച്ചത്തിൽ പീലാത്തോസ് യേശുവിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ആര് യേശുവിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയാലും യേശു മരിച്ചേ പറ്റൂ. സ്തോത്രം പറയാവോ? അപ്പം നേരെ യേശുവിനെ അടിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. പ്രക്ടോറിയത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് യേശുവിനെ അടിച്ചു. നിങ്ങൾ ഒത്തിരി പ്രാവശ്യം അത് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ 1-2 സെൻറ്റൻസ് ഞാൻ പറയാം. യേശുവിനെ അടിച്ചത് 2 രീതിയിലാണ് അടിക്കുന്നത്. യഹൂദ നിയമപ്രകാരവും റോമൻ നിയമപ്രകാരവും കൂടെ ചേർത്ത യേശുവിനെ അടിക്കുന്നത്. യഹൂദ നിയമപ്രകാരം 1 അടി അടിക്കുന്നത്. 1 അടി അടിക്കുക എന്ന് പറഞ്ഞാൽ സൗദിയിലൊക്കെ ചെന്നാൽ ചാട്ടവാർ കൊണ്ടുള്ള അടിയുണ്ട്. അവിടെ മാസത്തിലൊരിക്കൽ ദമാമിൽ അവിടുത്തെ ഒരു പള്ളിയുടെ വാതുക്കൽ നമുക്ക് പോയി കാണാം. അവിടുത്തെ പള്ളിയുടെ വാതുക്കൽ കുറ്റകൃത്യം ചെയ്തവൻ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ, വ്യഭിചാരം ചെയ്യുന്നവൻ, നിയമപ്രകാരം കുറ്റം ചെയ്തവനെ പരസ്യമായി കൊണ്ടുവന്നിട്ട് അവനെ എന്തോ കുടിപ്പിച്ച് ലക്ക് കെടുത്തി കൊണ്ടുവന്നിട്ട് അവൻ്റെ കഴുത്തറുത്ത് കളയും. പരസ്യ ശിക്ഷ ഇന്നും അവിടെ നടക്കുന്നുണ്ട്. അപ്പം നോക്കുക, ഇതുപോലത്തെ ഒരു പരസ്യ പ്രക്ടോറിയങ്ങൾ പണ്ടത്തെ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. ഇവിടേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് യേശുവിൻ്റെ വസ്ത്രം മാറ്റിയിട്ട് അവൻ്റെ ദേഹത്തേക്ക് 39 അടി അടിക്കുകയാണ്. 39 അടി അടിക്കുന്നത് ഒരു സാധാരണക്കാരനല്ല. ആ ചൂരലിനേക്കാളും കട്ടിയുള്ള ഒരു വടി കൊണ്ടാണ് അടിക്കുന്നത്. 2 പേരാണ് അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് അടിക്കുന്നത്. ആ അടിക്കുന്നവർ ഊക്കമുള്ളവരും ആരോഗ്യമുള്ളവരുമാണ്. അവരടിക്കാൻ
തുടങ്ങുമ്പോൾ ഏകദേശം 20 അടി പോലും ആരോഗ്യമുള്ളൊരു മനുഷ്യൻ താങ്ങത്തില്ല. എന്ന് വെച്ചാൽ 20 അടി മാക്സിമം കൊണ്ടു കഴിഞ്ഞാൽ ആ ബോധം നഷ്ടപ്പെട്ട് താഴെ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ താഴെ വീണ് കിടക്കുമ്പോൾ വീണവനെ അവിടെ കിടത്തി അടി തികയ്ക്കാൻ വേണ്ടി 31 അടി അടിച്ച് തികയ്ക്കുന്നതാണ് ഇന്ന് വരെ ആളുകൾ കണ്ടിട്ടുള്ളത്. എന്നാൽ 39 അടി അടിച്ചിട്ട് ബോധം പോകാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഞാൻ ഉയർത്തുന്ന കർത്താവാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ. എന്ന് വെച്ചാൽ പകുതി ശരീരത്തിൽ ബോധത്തിലും പകുതി ബോധമില്ലാതെ അടി കൊണ്ടവനെ അല്ല ഞാൻ ഇന്ന് രാത്രി ഉയർത്തുന്നത്. 39 അടി കൊണ്ടിട്ടു തന്നെ വീണിട്ട് ആ പ്ലാറ്റ്ഫോമെ പിടിച്ച് പൊങ്ങി വന്ന് നിവർന്നു നിൽക്കുന്ന കണ്ടപ്പോൾ റോമൻ പടയാളികളുടെ ഇടയിൽ ഭയങ്കരമായി ചിരിയുണ്ടായി. അടിച്ചവരെ അവർ കളിയാക്കാൻ തുടങ്ങി. കാര്യം ഇവന്മാരുടെ ശക്തിക്ക് അവന്മാരുടെ മുഷ്ടിക്ക് യേശുവിനെ ഒതുക്കാൻ കഴിയുന്നില്ല. ഉടനെ അടുത്ത ആൾ പറഞ്ഞു, ഇനി റോമൻ അടിയാണ് വരുന്നത്. അതാണ് മുൾക്കൊളുത്തും ചൂണ്ടകളും എല്ലാം ചേർത്തുള്ള ചാട്ട കൊണ്ടുള്ള അടി. ആ അടി കഠിനമായിരുന്നു. അകവും പുറവും അടിച്ച് ഒരു ഉഴവ് ചാല് പോലെ അടിച്ച് കീറി രക്തമൊഴുകാൻ തുടങ്ങി. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഫിലിമിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹം ആ ഫിലിം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അന്വേഷണ വിധേയമായതിനു ശേഷമായിട്ട് അയാൾ ഒരു ആർട്ടിക്കിൾ പുറത്തുവിട്ടു. ആ ആർട്ടിക്കിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആ ചിത്രീകരണ സമയത്ത് അന്ന് ആ ചിത്രീകരണത്തിന് മാത്രമായി പല മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് വാങ്ങിയെടുത്ത അല്ലെങ്കിൽ സമ്പാദിച്ചെടുത്ത രക്തം ഏകദേശം 4.5 ലിറ്റർ രക്തമാണ് ആ ചിത്രീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു, അത്രയൊന്നും പോയില്ലെങ്കിലും ഒരു 3.5 ലിറ്റർ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം അവിടെ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. കാര്യം ദേഹത്തെ വെസൽസ് എല്ലാം പൊട്ടുകയാണ്, ദേഹത്ത് നിന്ന് രക്തം ധാരധാരയായിട്ട് ഒഴുകുകയാണ്. അവിടെ ഒരു രക്തക്കളം പോലെ കിടക്കുന്നു. ഇത്രയും രക്തം പോകുന്ന ഒരാൾക്ക് ഒരിക്കലും നിവർന്നു നിൽക്കാൻ പറ്റത്തില്ല. അത്ര രക്തം പോയിട്ട് നിവർന്നു നിന്ന ഒരു ജൈത്ര നേതാവുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ ഉയർത്തി കാണിക്കുന്ന യേശുവാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കൈയടിച്ച് ഈ രാത്രി അവനെ ആരാധിക്കാൻ കഴിയും? അത്ര അടികൊണ്ടതിന് ശേഷമായിട്ട് യഹൂദ മരുഭൂമിയിൽ മാത്രം കണ്ടുവരുന്ന ബിൽക്കിസ്ര എന്ന് പേരുള്ള ഒരു ചെടിയുടെ മുള്ളു കൊണ്ടുണ്ടാക്കിയ ഒരു മുൾക്കിരീടം അവന്റെ തലയിലേക്ക് വെച്ച് അടിച്ചിറക്കി. അതിലെ ഒരു മുള്ള് കണ്ണിന്റെ അകത്തൂടി കുത്തിക്കേറി വന്നിട്ട് അവന്റെ കൃഷ്ണമണിയെ പുറത്തേക്ക് തള്ളിയെന്നാണ് ജോസിഫസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ തലച്ചോറ് ബൈക്ക് ആക്സിഡന്റിൽ ആളുകൾ താഴെ വീഴുമ്പോൾ ചെറുതായിട്ടൊരു പൊട്ടലുണ്ടെങ്കിലും ചിലർ മരിച്ചു പോകുമോ? അതിന്റെ കാര്യം ഇവിടെയുള്ള പല ഞരമ്പുകളും വളരെ വീക്കാണ്. അകത്തും മുറിവുണ്ടായാൽ ചിലർ പെട്ടെന്ന് തലകറങ്ങി വീഴും. സ്വാഭാവികമായിട്ടൊന്ന് വീണ് കഴിയുമ്പോൾ 2 ഒമിറ്റിങ് കഴിഞ്ഞിട്ട് കണ്ണു മങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? നോക്കിക്കേ, ഇത്രയും കഠിനമായൊരു മുള്ള് തലയിലോട്ട് വെച്ചിട്ട് അത് അടിച്ചിറക്കുമ്പോൾ സ്വാഭാവികമായി തലകറക്കമുണ്ടാകാം, കോമോ സ്റ്റേജിലേക്ക് പോകാം. അയാൾക്ക് ഒരു ഭാരവും എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ തലയിൽ മുൾക്കിരീടം വെച്ചിട്ട് 3.5 ലിറ്റർ ബ്ലഡ് ഒഴുകിപ്പോയിട്ട് 84 കിലോ തൂക്കമുള്ള ക്രൂശ് ചുമന്നവനെയാണ് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. വിശ്വസിക്കുന്നവർ നന്നായി ദൈവത്തിന് മഹത്വം കൊടുക്കണം, നന്നായി ദൈവത്തിന് മഹത്വം കൊടുക്കണം, നന്നായി ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇതൊരു സാധാരണക്കാരനെ അല്ല ഇന്ന് രാത്രി ഉയർത്തുന്നത്, ഒരു സാധാരണക്കാരനെ കുറിച്ചല്ല ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. അത്രയും ശാരീരിക മർദ്ദനമേറ്റിട്ടു 78 കിലോ തൂക്കമുള്ള യേശു 84 കിലോ തൂക്കമുള്ള ക്രൂശ് അവൻ ചുമക്കാൻ തുടങ്ങുകയാ. അവന്റെ ശരീരത്തിലേക്ക് അത് വന്ന് പതിച്ചു. അവൻ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, പലയിടത്തായിട്ട് അവൻ വീണുപോയി. എങ്കിലും അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വയലിൽ നിന്ന് കയറി വരുന്ന ഒരു ആഫ്രിക്കൻ വംശജനായ കുറേനക്കാരനായ ശിമോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോൾ പടയാളികൾ അവനെ കൊണ്ട് നിർബന്ധിച്ച് ക്രൂശ് എടുപ്പിച്ചതായി തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. 1-2 ചിന്ത ഞാൻ അവിടെ നിന്ന് പറയാം. അവനെ നിർബന്ധിച്ച് ക്രൂശയിലേക്ക് കൊണ്ടുവരികയാണ്. ആ ക്രൂശയിലോട്ട് അവൻ ഒന്ന് പിടിക്കുന്നു. ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുള്ള പ്രസംഗങ്ങൾ ക്രൂശ് പിടിച്ചവന്റെ തലമുറ പ്രസിദ്ധരായി എന്നതാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ, അല്ല മോനെ, ക്രൂശ് പിടിച്ചവന്റെ തലമുറയല്ല പ്രസിദ്ധരായത്. ക്രൂശിനെയാണ് എല്ലാവരും പ്രൊജക്ട് ചെയ്യുന്നത്. 2 തടിക്കഷ്ണങ്ങളെ ഉയർത്താൻ വേണ്ടി, അതിന് വില കൊടുക്കാൻ വേണ്ടി ആളുകൾ ക്രൂശിലേക്ക് ഫോക്കസ് ചെയ്തു. പക്ഷെ കർത്താവ് പറഞ്ഞ, അല്ല, അവനെ പാരമ്പര്യം പൊട്ടിച്ചത് ക്രൂശല്ല, ക്രൂശെ പറ്റിപ്പിടിച്ച യേശുവിന്റെ രക്തമായിരുന്നു.
കൈ ഉയർത്തിയ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഒരു പ്രാവശ്യം കോഴഞ്ചേരി കൂടെ പോകുന്ന സമയത്ത്, കോഴഞ്ചേരി അല്ല, കോലഞ്ചേരി കൂടെ പോകുന്ന സമയത്ത് ഒരു വീൽ കുരിശുമായിട്ട് ഒരു മനുഷ്യൻ പോകുന്ന ഞാൻ കണ്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തം എടുക്കട്ടെ. ഇനിയിപ്പോൾ എന്തൊക്കെയാ ഈ റിമോട്ട് കൺട്രോൾ കുരിശ് വരുമോയെന്ന് അറിയത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു എടുത്തത് ഭാരമുള്ളതായിരുന്നു, പക്ഷേ ഈ പുള്ളി അത് പുറകിൽ വീലൊക്കെ പിടിപ്പിച്ചുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സിമ്പിളായിട്ടാണ് കൊണ്ടുപോകുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രൂശ് അന്ന് വരെ ഒരു അപമാന ചിഹ്നമായിരുന്നു. ക്രൂശ് അന്ന് വരെ ഒരു ശാപത്തിന്റെ ചിഹ്നമായിരുന്നു. ക്രൂശിക്കപ്പെടുന്നവൻ, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശാപ യോഗ്യനാണെന്നാണ് എല്ലാവരും പറയുന്നത്, ന്യായപ്രമാണം പറയുന്നത്. അതുകൊണ്ട് ക്രൂശ് ഒരു ശപിക്കപ്പെട്ട ചിഹ്നമായിരുന്നു. ആ ക്രൂശിൽ കുറേനക്കാരനായ ശീമോൻ കയറി തൊടുകയാ. തൊട്ടപ്പത്തേക്കിന് അവന്റെ കറുത്ത തൊലിയിലോട്ട് യേശുവിന്റെ രക്തം വന്ന് പതിഞ്ഞു. ഒരാമേൻ പറ. അവന്റെ കറുത്ത തൊലിയിലോട്ട് യേശുവിന്റെ രക്തം വന്ന് പതിഞ്ഞു. അവൻ ആ ക്രൂശ് പിടിച്ച് യേശുവിനെ സപ്പോർട്ട് ചെയ്ത് ഗോൽഗോത്ത വരെ ചെന്നു. ക്രൂശ് അവിടെ ഇട്ടിട്ട് അവൻ ഓടി വീട്ടിൽ പോയി. അവൻ വീട്ടിൽ ചെന്ന് പതിവ് പോലെ കുളിച്ചു. എന്നും കുളിക്കുന്ന പോലെയല്ല, അന്ന് കുളിച്ചപ്പോ ചെളിയ മാത്രമല്ല പോയത്, രക്തം കൂടെ അവന്റെ പറമ്പിലോട്ട് വീണു. ശ്രദ്ധിച്ച് കേൾക്കണേ. അവന്റെ ദേഹത്തിൽ നിന്ന് രക്തം അവന്റെ പറമ്പിലോട്ട് വീണപ്പോ ആ കുടുംബത്തിനകത്ത് നിന്ന് അതുവരെ കർഷകന്മാര് മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. പക്ഷെ ആ ചരിത്രത്തെ, ആ പാരമ്പര്യത്തെ രക്തം പൊട്ടിച്ചു കളഞ്ഞു. അവന്റെ വീട്ടിൽ നിന്ന് ക്രിസ്തുവിൽ പ്രസിദ്ധർ എഴുന്നേൽക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി പിണർവിള സ്വദേശികളോട്, വിശ്വാസ സമൂഹത്തോട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിന്റെ പഴയ പാരമ്പര്യത്തെ പൊട്ടിക്കാൻ യേശുവിന്റെ രക്തം ശക്തിയോടെ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, അഭിവൃദ്ധിപ്പെടാൻ കഴിയാതെ, മാന്യത അനുഭവിക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നെ പിടിച്ചു വെച്ച പാരമ്പര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ പൊളിച്ചെഴുതാൻ കഴിയുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ രാത്രിയിൽ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. കരം തട്ടി നന്നായി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. രക്തത്തിന്റെ ശക്തി അനുഭവിക്കുന്ന ദൈവമക്കൾ, ആ രക്തത്തിന്റെ ജീവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. ആ രക്തത്തിന്റെ മഹത്വം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭവനങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന പാരമ്പര്യ ശാപങ്ങൾ ആ രക്തം ചെന്ന് ഇന്ന് രാത്രി കഴുകിക്കളകയാ. ആ രക്തം ചെന്ന് ഇന്ന് രാത്രി തിരുത്തുകയാ. അന്ന് ക്രൂശിൽ ചെരിഞ്ഞ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി കോമ്പൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ അതിനെ സ്വീകരിക്കട്ടെ. ആ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. കാൽവരി ക്രൂശിൽ, ഗോൽഗോത്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ക്രൂശ് കൊണ്ടിട്ടിട്ട് അവൻ മടങ്ങിപ്പോയി. യേശുവിനെ ക്രൂശിക്കാനുള്ള സമയമായപ്പോൾ അവനെ ആ ക്രൂശോട് ചേർത്ത് 3 ആണികളിൽ അവർ അടിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചു. എന്തിനാണെന്നറിയാവോ? ഇവനും കള്ളനാണെന്ന് സമൂഹം പറയാൻ വേണ്ടി. യേശുവിനെ കള്ളൻ എന്ന പേര് ചാർത്തേണ്ടതിന് 2 കള്ളന്മാരോട് കൂടെ അവനെ ക്രൂശിച്ചു. അവർ 2 പേരുടെ നടുവിൽ യേശു ക്രൂശിക്കപ്പെട്ടു. കൂട്ടത്തിൽ കിടന്നൊരു കള്ളൻ പറഞ്ഞു, നീ വലിയ അത്ഭുതം അടയാളമൊക്കെ ചെയ്തതല്ലേ, ഇപ്പോഴും ഓപ്ഷനുണ്ട്. ഒരത്ഭുതം ചെയ്തിട്ട് നിന്നെയും വിടിവിക്കുക, ഞങ്ങളെയും കൂടെ വിടിവിക്കുക. അപ്പം മറ്റേ കള്ളനാണെങ്കിലും നല്ല മനസ്സുള്ളവനവൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ ഉടനെ പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയാവോ? നീ അങ്ങനെ പറയാതെ, നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത്, പക്ഷേ ഇവൻ അങ്ങനെയല്ല. എന്നിട്ട് അടുത്ത വാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നീ രാജത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർത്തോണം. ഈ ആരെയിലൊക്കെ ഗൾഫിലോട്ടൊക്കെ പ്രാർത്ഥിച്ച് അയക്കാൻ നേരത്ത് മിക്കവരും ഉപയോഗിക്കുന്ന വാക്കാണ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തോണം. അങ്ങനെ ഓർക്കാനായിട്ട് ആരും കാണത്തുമില്ല. വീട്ടേക്ക് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് കള്ളനിൽ നിന്ന് കിട്ടിയതാണ്. ഈ കള്ളനിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ക്രൈസ്തവ ലോകത്തിന് അറിയാനുണ്ട്. കള്ളൻ സ്വർഗത്തിൽ പോയോ? കള്ളൻ സ്വർഗത്തിൽ പോവുമോ? മിക്കവരും അറിയാൻ വേണ്ടി ചോദിക്കുന്നതല്ല, കള്ളം പോയാൽ ഞാനും പോകാൻ സാധ്യത ഉണ്ടെന്നുള്ള ധാരണ ചോദിക്കുന്നവരുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കള്ളൻ സ്നാനപ്പെട്ടിട്ടല്ലല്ലോ പാസ്റ്ററെ പറുദീസയിൽ പോയത്. ചില ആളുകൾക്ക് അത് അറിയാനുണ്ട്. ഞാനതിൻ്റെ മറുപടി പറയാം. നോക്കുക, കള്ളം പറയുക, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തോണം. കർത്താവ് തടിയേലെ വെടി പോലൊരു മറുപടി. കർത്താവ് പറഞ്ഞ എന്നാന്നറിയാവോ? നീ
ഇന്ന് എൻ്റെ കൂടെ പറുദീസയിൽ കാണും. കർത്താവിൻ്റെ നാമത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലുണ്ടാകും. കള്ളൻ സ്നാനപ്പെടാതെയാണ് പറുദീസയിൽ കയറിയത്. കള്ളൻ സ്നാനപ്പെടേണ്ട കാര്യമില്ല. ഒരു കള്ളനും സ്നാനപ്പെട്ടേക്കല്ല്, രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. മാനസാന്തരപ്പെടാതെ കള്ളൻ സ്നാനപ്പെട്ടതുകൊണ്ട് ഒരു ഗുണവുമില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്തോത്രം. ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തത്, കള്ളന് സ്നാനപ്പെടേണ്ട കാര്യമില്ല. അതിൻ്റെ കാര്യം, യേശു മരിച്ചത് ന്യായപ്രമാണ യുഗത്തിലാണ്. ന്യായപ്രമാണ യുഗത്തിൽ സ്നാനം എന്ന് പറയുന്ന സംഭവം ഇല്ല. ഒരു സ്തോത്രം പറയോ? ദൈവസഭ രംഗത്ത് വരുന്നത് പെന്തിക്കോസ്ത് മാളിക മുറിക്കകത്ത് വെച്ച ദൈവസഭ പുറത്തു വരുന്നത്. ദൈവസഭയുടെ ഉപദേശമാണ് മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വിശുദ്ധ ജീവിതം, വേർപാട്, കൂട്ടായ്മകൾ, അപ്പം നുറുക്ക്, പ്രാർത്ഥന, ഇങ്ങനെ തുടങ്ങുന്ന ഉപദേശങ്ങളെല്ലാം പുതുനിയമസഭയുടെ ഉപദേശമാണ്. അപ്പം കള്ളൻ മരിക്കുന്നത് പുതുനിയമസഭ ഉണ്ടാകുന്നതിന് മുമ്പാണ്. അങ്ങനെ വരുമ്പോൾ പുള്ളിക്ക് സ്നാനത്തിൻ്റെ ആവശ്യമില്ല. പരിഗണന കിട്ടിയാൽ നേരെ സ്വർഗത്തിലാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പിന്നെ മരിച്ചു പോയവരുടെ ആത്മാവൊന്നും അതുവഴി ചുറ്റി നടക്കത്തില്ല എന്നതിൻ്റെ കൂടെ ഒരു ക്ലാരിഫിക്കേഷനാണ് കള്ളനോട് കർത്താവ് പറഞ്ഞത്. നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിൽ കാണും. 3 ദിവസം ഇവിടെ എല്ലാം ചുറ്റി നടന്നിട്ട് നീ അങ്ങോട്ട് കയറി വരാനല്ല പറഞ്ഞു. ഹലോ, വിശ്വസിക്കുന്നവർ മാത്രമേ ആമേൻ പറയാവുള്ളൂ. ഒരാൾ മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഇനി അവനെ കയറ്റേണ്ട കാര്യമൊന്നുമില്ല. അവൻ മരിക്കുമ്പോഴേ അങ്ങോട്ട് പോകും. സ്തോത്രം പറഞ്ഞേ. രക്തം എടുക്കട്ടെ. ഒരു മനുഷ്യൻ മരിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യൻ മരിച്ചു. അയാൾ മരിച്ചപ്പോഴത്തേക്കിന് ഈ യഹൂദന്മാരുടെ വിശ്വാസം എന്നാന്ന് പറയുക, ഒരാൾ മരിച്ചാൽ അവൻ്റെ ആത്മാവ് 3 ദിവസം കല്ലറയ്ക്ക് ചുറ്റും നിൽക്കുന്ന. നമ്മൾ മലയാളികൾ 3 ഒന്നുമല്ല 25 വർഷം കഴിഞ്ഞപ്പോഴും പുള്ളിയെ കണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുണ്ട്. പ്രൈസലോ. ഇന്നലെയും ചാക്കോച്ചനെ ആ പാലത്തിൻ്റെ അവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ചിലരെങ്കിലും വിശ്വസിക്കാതിരിക്കാതില്ല. അപ്പം നോക്കുക, ഒരു മനുഷ്യൻ്റെ ആത്മാവ് ഭൂമി കറങ്ങി നടക്കത്തില്ല. വിശുദ്ധ ബൈബിൾ നന്നായിട്ട് പറയുന്നു. ഇനി ആര് പ്രാർത്ഥിച്ചാലും ആര് പ്രാർത്ഥിച്ചില്ലേലും, ആര് കർമ്മം ചെയ്താലും കർമ്മം ചെയ്തില്ലെങ്കിലും, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ആത്മാവ് ദൈവത്തിങ്കിൽ ചേർക്കപ്പെടും. ഈ സത്യം തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ കൈ ഉയർത്തി നന്നായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം കൊടുക്കുന്നു. അപ്പം ഈ കള്ളനോട് കർത്താവ് പറയുക, നീ എൻ്റെ കൂടെ പറുദീസയിലുണ്ടാവും. പുള്ളിക്കാരൻ സന്തോഷത്തോടെ മരിച്ചു. എത്ര നല്ല വാക്ക് കേട്ടിട്ടാണ് മരിച്ചത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിതം മുഴുവനും അയാൾ തെറ്റാ ചെയ്തതെങ്കിലും നല്ല ഒരു വാഗ്ദത്തം കിട്ടി മരിച്ചു. പുള്ളിക്കാരൻ മരിച്ച് യേശുവിനേക്കാളും മുമ്പ് എന്ത് ചെയ്തെന്നറിയാം, ക്ഷമിക്കണം, യേശു മരിച്ചു കഴിഞ്ഞിട്ടാണ് അവർ മരിക്കുന്നത്. അപ്പോൾ ഈ കള്ളൻ്റെ കാലടിച്ച് ഒടിച്ചൊടിച്ച് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് നേരെ പറുദീസയിലേക്ക് ചെല്ലുക. അന്നത്തെ പറുദീസയുടെ പേര് അബ്രഹാമിൻ്റെ മടിയെന്ന. അബ്രഹാമാണ് അവിടുത്തെ മെയിൻ പുള്ളി എന്ന് കണ്ട് ഞാൻ പറയാം. നോക്കുക, അബ്രഹാം അവിടെ നിൽക്കുമ്പോഴത്തേക്കിന് കള്ളൻ കയറി ചെല്ലുക. കള്ളനെ കണ്ട ഉടനെ നേരെ അബ്രഹാം ക്രൈസ്തലോട് കൊടുത്തു. എവിടുന്നാണ് വരുന്നത്? ക്രൂശെന്നാണ് വരുന്നത്. എവിടുന്നാണ് വരുന്നത്? ക്രൂശെന്നാണ് വരുന്നത്. എന്താ, നീ എങ്ങനെയാണ് വിശ്വാസ ജീവിതം നയിച്ചു? ഞാൻ വിശ്വാസ ജീവിതം ഒന്നും നയിച്ചില്ല. പിന്നെ നീ എങ്ങനെ ഇവിടെ വന്നേ? ഞാൻ കള്ളനായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അബ്രഹാം ഞെട്ടി നിൽക്കുക. കള്ളൻ പറുദീസയിലോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിന്നെ ആരാടാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഉടനെ അവൻ പറഞ്ഞു, ക്രൂശേ കടന്ന ഒരാളെ എന്നെ പറഞ്ഞു വിട്ടേ. അയ്യോ, കൈയുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കുറേ ചോദ്യം വന്നപ്പോഴത്തേക്കിന് വിശുദ്ധന്മാരോടെല്ലാം പറഞ്ഞു, മിണ്ടിപ്പോകരുത്, എന്നെ പറഞ്ഞു വിട്ടവൻ ഇച്ചിരി കഴിയുമ്പം വരും, സംശയം ഉണ്ടോ ചോദിച്ചു. സ്തോത്രം പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പറയാം, അവരെല്ലാം യോഗവും യാഗവും നടത്തിയിട്ടാണ് ഇവിടെ വന്നത്. സത്യം പറഞ്ഞാൽ ഇവൻ ഒരു യോഗത്തിന് പോലും പോകാതെ ഇവൻ എവിടം കയറിയെന്നറിയാവോ? പറുദീസയിൽ കയറി. വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മനിയോഗത്തിൽ പറയാം, മാറപ്രേം എന്ന ഫലിതനായിരിക്കുന്ന തിരുമേനി ഒരിക്കൽ പ്രസംഗിച്ചപ്പോഴത്തേക്കിന് പറഞ്ഞു, വിശ്വാസികളെ നോക്കിയിട്ട് പറഞ്ഞു, പാപം ചെയ്യുന്നവരൊക്കെ ഓർത്തോണം, സ്വർഗത്തിൽ ചെല്ലുമ്പം പാപത്തിനനുസരിച്ചുള്ള ടയറുള്ള വണ്ടിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഒരുത്തനോട് പറഞ്ഞു, ഒരുത്തൻ അവിടെ ചെന്നപ്പോഴത്തേക്കിന് അയാൾ വന്ന് പറഞ്ഞെന്നാണ് പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്, അവനെ അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്കിന് അവൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരിക. അപ്പോൾ കണ്ടവൻ പറഞ്ഞു, 2 പാപം ചെയ്തുകൊണ്ടാണ് അവന് 2 വീലുള്ള വണ്ടി കിട്ടിയത്. വേറൊരുത്തൻ വന്നിട്ട് പറഞ്ഞു, ഒരുത്തൻ ഓട്ടോറിക്ഷ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ 3 പാപം. ഇങ്ങനെ ഓരോ വീല് കൂടുതലുള്ളത് പറഞ്ഞപ്പോഴത്തേക്കിന് ഓരോരുത്തർ പറഞ്ഞു, ഭയങ്കര സംഭവമാണല്ലോ എന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ തിരുമേനി പറയുക, അവിടുത്തെ അച്ഛൻ ട്രെയിൻ ഓടിച്ചുകൊണ്ട് വരുവാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നോക്കിക്കേ, ആ തിരുമേനി പറഞ്ഞിട്ട് തിരുമേനി അത് ആളുകൾക്ക് നേരെ നോക്കിയിട്ട് പുള്ളിക്കാരൻ ചിരിക്കുന്നില്ല, ആളുകളുടെ അകത്തേക്ക് ആ ചിന്ത ഇട്ട് കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തിൽ പറയാം, അവിടെ ഓട്ടോറിക്ഷയും ബൈക്കും ട്രെയിനും ഒന്നുമില്ല. എന്നാലും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ്. നോക്കുക,
നിങ്ങൾ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ സമയമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കറകൾ കഴുകിക്കളയാനുള്ള അവസാന മിനിറ്റ് ആയിരിക്കും ഒരുപക്ഷെ ഈ കൺവെൻഷൻ്റെ രാത്രി. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിർബന്ധത്താൽ പറയുന്നു. അവൻ ഏറ്റു പറഞ്ഞപ്പോൾ അവന് പറുദീസ തുറന്നു. കർത്താവ് മരിക്കുന്നതിന് മുമ്പ് 3 പേരെയും കൂടെ ദൈവരാജ്യത്തിലേക്ക് നേടിയിട്ടാണ് മരിച്ചേ. ഒരു സ്തോത്രം പറയാവോ? കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ മരണം ഏകദേശം അടുക്കാറായപ്പോൾ 7 മൊഴികൾ പറഞ്ഞു. 7 മൊഴികൾ പറഞ്ഞ് തീർക്കുന്ന ലാസ്റ്റ് മൊഴിയായിരുന്നു സകലതും നിവർത്തിയായി. സകലതും നിവർത്തിയായി എന്നുള്ള സെക്കൻഡ് ലാസ്റ്റ് മൊഴി പറഞ്ഞു നിർത്തിയിട്ട് യേശു പറഞ്ഞ വാക്ക് പ്രപഞ്ചത്തെ ചലിപ്പിച്ചു. പിതാവേ, എൻ്റെ പ്രാണൻ നിൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നു. ഞാൻ ആ വാക്ക് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാര്യം ആ വാചകത്തിനകത്ത് വളരെ കൃത്യമായ ഒരു കാര്യം കർത്താവ് നന്നായിട്ട് അവതരിപ്പിക്കുന്നു. താൻ അനുവദിക്കാതെ തൻ്റെ മേൽ മരണത്തിന് പോലും വാഴാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവസഭയോട് പറയുന്നു, അവൻ അനുവദിക്കാതെ നിൻ്റെ മേൽ മരണത്തിന് പോലും വാഴാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ. അവൻ അനുവദിച്ച ആ മിനിറ്റിലാണ് മരണത്തിന് അവനെ തൊടാൻ പറ്റിയത്. മരണത്തിന് അവനെ തൊടാൻ പറ്റിയത് അവൻ അനുവദിച്ചു കഴിഞ്ഞപ്പോഴാണ്. അവൻ അനുവദിച്ചു, മരണം അവൻ്റെ മേൽ വ്യാപരിച്ചു, പ്രാണൻ പിതാവിൻ്റെ കയ്യിൽ സമർപ്പിച്ചു. അവൻ തല ശരീരത്തിലേക്ക് ചായ്ച്ച് പ്രാണനെ വിട്ടു എന്ന് തിരുവെഴുത്ത് പറയുന്നു. യേശു മരിച്ച ഉടനെ 6 തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായതായി തിരുവെഴുത്ത് പറയുന്നത്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കുക, യേശു മരിച്ച ഉടനെ മരണം ഉറപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തെന്നറിയാമോ? ഒരു പടയാളിയെ അടുത്തേക്ക് വിളിച്ചിട്ട് മരണം ഉറപ്പിക്കാൻ വേണ്ടി മറ്റ് 2 പേരുടെയും കാല് തല്ലി ഒടിക്കുന്നു. യേശുവിനെ നോക്കിയപ്പോൾ ചലനമില്ലാതെ കിടക്കുന്നു. മരണം ഉറപ്പിക്കാൻ വേണ്ടി അവൻ്റെ കയ്യിലുള്ള കുന്തം വിലാപ്പുറത്തേക്ക് കുത്തി, അതായത് ഹാർട്ടുമായിട്ട് റിലേറ്റഡായ ഭാഗം അവിടേക്ക് കുത്തിയപ്പോഴത്തേക്കിന് വെള്ളവും രക്തവും കലർന്നൊരു സമ്മിശ്ര ദ്രാവകം ആ കാറ്റത്ത് പറന്നു വരികയാ. അത് വന്നപ്പോഴത്തേക്കിന് മനസ്സിലായി യേശു മരിച്ചു. ആ വെള്ളവും രക്തവും കലർന്ന ആ പദാർത്ഥം ഈ കുത്തിയവൻ ആരാണോ അവൻ്റെ ഒരു കണ്ണിന് കാഴ്ച കുറവായിരുന്നു. അവനൊരു റോമൻ പടയാളിയായിരുന്നു. അവൻ്റെ കണ്ണിലേക്കാണ് ഇത് വന്ന് പതിച്ചത്. അങ്ങനെ തന്നെയാണ് ജോസഫസ് രേഖപ്പെടുത്തുന്നത്. സുവിശേഷത്തിനകത്തും ആ ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. അത് വന്ന് കണ്ണിലേക്ക് പതിച്ച ഉടനെ അവൻ്റെ കണ്ണ് തുറന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയരെ, ഞാനത് വായിച്ചപ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ മരണം ഉറപ്പിക്കാൻ വേണ്ടി ഒരു വിജാതീയ പടയാളി തൻ്റെ കുന്തം കൊണ്ട് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ ആ രക്തം വന്ന് അവൻ്റെ കണ്ണെ തൊട്ട് അവൻ്റെ കണ്ണ് തുറന്നു. യേശുവിൻ്റെ മരണം വിജാതീയരുടെ കണ്ണ് തുറക്കുന്നതാണ്. ഇന്ന് രാത്രി ആ മരണത്തിന് മാത്രമേ അന്ധകാരത്തെ പൊട്ടിക്കാൻ കഴിയത്തുള്ളൂ. ആ മരണത്തിന് മാത്രമേ അടഞ്ഞ കണ്ണുകളെ തുറക്കാൻ കഴിയത്തുള്ളൂ. ആ മരണത്തിന്റെ ശക്തിക്ക് മാത്രമേ ഇരുണ്ടു മൂടിയ അന്ധതയുടെ കണ്ണുകളെ തുറക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ചിലരുടെ കണ്ണുകൾ ഈ ദേശത്ത് തുറക്കപ്പെടൂ. അന്ധത മാറിയിട്ട് യേശുവിന്റെ മഹത്വത്തിലേക്ക് ചിലർ നടന്നെടുക്കുന്ന രാത്രിയായി ഈ രാത്രി മാറും. അത് വിശ്വസിക്കുന്നവർ നന്നായി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടായി, ഭയങ്കര ഭൂകമ്പമുണ്ടായി. അതിന് ശേഷം പറയുന്നത് സൂര്യൻ നേരെ കാർമേഘത്തിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. ആ സീൻ കാണാൻ കഴിയാതെ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടായി. യേശുവിൻ്റെ മരണമുണ്ടാക്കിയ 2ാമത്തെ എഫക്റ്റാണ് എന്താണെന്നറിയാമോ? അന്തരീക്ഷത്തിന് മാറ്റമുണ്ടായി, കാലാവസ്ഥ മാറാൻ തുടങ്ങി. അതിനിങ്ങനെ പറയാം, അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ മരണം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾവിക്കാരൻ്റെ ജീവിതത്തിലെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കോ? ഈ രാത്രി ഈ ദേശത്തിന്റെ അറ്റ്മോസ്ഫിയർ മാറുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് 100% സംഭവിച്ചിരിക്കോ? കാര്യം ഞാൻ ഇന്ന് രാത്രി ഉയർത്തുന്നത് യേശുവിന്റെ മരണത്തിന്റെ ശക്തിയാ. കർത്താവിന്റെ നാമം മഹിമപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. തകർന്ന ഒരിക്കലും ശരിയാകാൻ സാധ്യതയില്ലാത്ത നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം ഇന്ന് രാത്രി മാറാൻ പോകുകയാ. ഒരു പ്രതീക്ഷയുമില്ലാത്ത നിന്റെ ജീവിതം ഇന്ന് രാത്രി മാറാൻ പോകുകയാ. തകർന്ന് ഇനി ആരെ കൊണ്ടും പണിയാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് മരണം മാത്രം കാത്തിരിക്കുന്ന ചിലരുടെ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി സമാധാനം കയറി വരാൻ പോകുകയാ. അതിന്റെ കാര്യം അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുന്ന യേശുവിന്റെ മരണത്തിന്റെ ശക്തി ഇന്ന് രാത്രി പട്ടണത്തിൽ വ്യാപരിക്കുന്നുണ്ട്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 3ാമത്തെ സംഭവം, 180 കുതിര, 80 അപ്പുറത്ത്
80 ഇപ്പുറത്ത് നിന്ന് 160 കുതിര വലിച്ചാൽ കീറാത്ത യെരുശലേം ദൈവാലയത്തിലെ തിരശീല അത് രണ്ടായി കീറിപ്പോയതായി തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. അത് മുകൾ തൊട്ട് താഴം വരെ കീറിപ്പോയി. അത് കീറാൻ സാധ്യതയില്ല. അങ്ങനെ കീറാൻ സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് അത് കൊണ്ട് തൂക്കുന്നത്. അത്ര കട്ടിയുള്ള തിരശീല രണ്ടായി കീറിപ്പോയി എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാവോ? അതിപരിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ച് മനുഷ്യൻ അങ്ങോട്ട് കയറാൻ, ഒരു വ്യക്തിക്കും കയറാൻ സ്വാതന്ത്ര്യം കൊടുക്കാതെ, വർഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതന് മാത്രം കയറാൻ ദൈവം വെച്ചിരുന്ന അങ്ങുവരെയുള്ള നിയമത്തെ പുത്രൻ തന്റെ ശരീരമാകുന്ന തിരശീല കീറിയതിലോടുകൂടി എന്നേക്കുമായി കയറാൻ പറ്റാത്ത കൃപാസനത്തിലേക്ക് വിശ്വാസ സമൂഹത്തിന് കയറാനുള്ള പ്രവേശനം ഒരുക്കി കൊടുത്തതാണ് യേശുവിന്റെ മരണം എന്ന് പറയുന്നത്. പാപിയാണെന്ന് പറഞ്ഞു മാറി നിന്ന് നിന്നെ ചേർത്തു പിടിക്കുന്ന സ്നേഹത്തിന്റെ ശക്തിയായിരുന്നു ആ തിരശീല കീറിയതിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയത്. കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. തിരശീല രണ്ടായി കീറി. നാലാമത്തെ കാര്യം, സാത്താൻ എഴുതിയ എഴുത്തുകൾ മായ്ക്കപ്പെട്ടു. അഞ്ചാമത്തെ കാര്യം, അവന്റെ ആയുധവർഗങ്ങൾ അടിയറ വെപ്പിക്കപ്പെട്ടു. ആറാമത്തെ കാര്യം, നിത്യജീവന്റെ ശക്തി വിശ്വാസ സമൂഹത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. വിശ്വസിക്കുന്നവർ നന്നായിട്ടൊരു ഹല്ലേലൂയ പറയാമോ? അതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ മരണമുറപ്പാക്കിയതിന് ശേഷമായി കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നു. ആരെയും ഇതുവരെ വെച്ചിട്ടില്ലാത്ത അരിമത്യക്കാരനായ യോസേഫിൻ്റെ കല്ലറ യേശുവിന് വേണ്ടി അനുവദിക്കുകയാണ്. ആ കല്ലറ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഈ കുടുംബക്കല്ലറ എന്ന് പറയുന്ന കല്ലറകളുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നാട്ടിലൊക്കെ കുടുംബക്കല്ലറയുണ്ട്. ആ കുടുംബക്കല്ലറ ഉറങ്ങാൻ വേണ്ടി ചില ആളുകൾ സത്യം കേട്ടാലും തിരിച്ചു വരത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ കല്ലറയെ കടക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് യേശു ആ സത്യമെന്നറിയാം, സ്നാനം ആ സത്യമെന്നറിയാം, വിശുദ്ധ ജീവിത സത്യമെന്നറിയാം, എന്നാലും വരത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കല്ലറയെ പിടിച്ച് കിടക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ട്രാക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ കല്ലറയുണ്ടോ എന്ന് ചോദിക്കുന്ന കുറേ ആളുകളുണ്ട്. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. അതിൻ്റെ അർത്ഥം മരിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ്, കല്ലറയുണ്ടേ വരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവല്ല, കല്ലറയാണ് ഒരു വിഷയം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. കോഴഞ്ചേരിയിൽ ഒരു മാരാമൺ കൺവെൻഷനടുത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ മരിച്ചുപോയി. അയാളൊരു ഭയങ്കര സംഭവം. അയാളുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാവോ? അയാളുടെ ബെഡ്റൂമിനകത്ത് അയാളുടെ അളവിലുള്ള ഒരു ശവപ്പെട്ടി അയാൾ വാങ്ങിയിട്ട് കട്ടില് നേരെ ബെർത്തിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ കിടക്കുക. അതായത് കട്ടിലേ കിടക്കുമ്പം ബെർത്തയിലിരിക്കുന്ന ശവപ്പെട്ടി കാണാം. അങ്ങനെ ശവപ്പെട്ടി മുൻകൂട്ടി മേടിച്ചിട്ട് അയാൾ എന്നും രാത്രി അതിൻ്റെ അകത്ത് ഉറങ്ങും. അങ്ങനെ ഇത് പബ്ലിസിറ്റിയായി. പുള്ളിയുടെ മക്കൾ പറഞ്ഞു പബ്ലിസിറ്റിയായി. സുഹൃത്തുക്കളൊക്കെ വന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ പല വീഡിയോ എടുക്കുന്ന ആളുകൾ വന്ന് കാണാൻ തുടങ്ങി. ഇയാളുമായിട്ട് ഇൻ്റർവ്യൂ ആയി. ഇൻ്റർവ്യൂവിൽ ഇയാളോട് ചോദിച്ചു, ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം. എല്ലാവർക്കും ഇത് ഇരിക്കുന്ന കാണുമ്പോഴേ പേടിയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ മാത്രം എന്താ നേരത്തെ നിങ്ങളുടെ അളവിന് ഇതുപോലത്തെ ഒരു സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നത്? സാധാരണ ഷെൽഫിൽ അലങ്കാര വസ്തുക്കളാണ് വെക്കുന്നത്. നിങ്ങളെന്താ ശവപ്പെട്ടി മേടിച്ച് ഇതിനകത്ത് വെച്ചേക്കുന്നത്? അയാൾ പറഞ്ഞെന്നറിയോ, രാവിലെ 8 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എന്നെപ്പോലൊരു അഹങ്കാരി പിന്നെ വേറെ ഇല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ രാത്രി 8 മണിയായിട്ട് കയറി വരുമ്പോൾ എന്നെപ്പോലെ ഒരു വിശുദ്ധനും വേറെ കാണത്തില്ല. കാര്യം, ഞാൻ എപ്പോഴും ബെഡ്റൂമിൽ വരുമ്പോൾ നിസ്സാരക്കാരനാണെന്ന് എനിക്ക് ബോധ്യമാകണം. എൻ്റെ ഈ നിഗള ജീവിതവും എൻ്റെ ഈ തെറ്റായ ജീവിതശൈലിയും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എത്ര പണത്തിൻ്റെ ഉങ്ക് കാണിച്ചാലും ഇതിനകത്ത് ഒതുങ്ങേണ്ടവനാണ് എന്ന് എനിക്ക് തന്നെ ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ മുൻകൂട്ടി ഒരെണ്ണം മേടിച്ചു വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവരും കുടുംബക്കല്ലറ പണിയും, പക്ഷേ ശവപ്പെട്ടി മേടിച്ചാരും വെക്കത്തില്ല. രക്തം എടുക്കട്ടെ. സ്തോത്രം. അതിന് തൻ്റെ ഇടം കാണിച്ച കോഴഞ്ചേരിക്കാരനായിട്ട് സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇയാൾ എന്തെന്നറിയാവോ? അരിമത്യക്കാരനായ യോസേഫ് ഒരു നല്ല കല്ലറ പണിതു. കല്ലറ പണിതിട്ട് കിട്ടിയൊരു ഓപ്ഷനല്ലേ, കർത്താവിന് കൊടുത്ത ലോകപ്രസിദ്ധനാകുമെന്ന് പുള്ളിക്കും അറിയാം. കർത്താവിന് അത് അടക്കം ചെയ്താൽ പുള്ളിയുടെ കുടുംബപ്പേര് പൊങ്ങി വരും. ഇന്ന് രാത്രി ഞാൻ പറയുമ്പോഴും കണ്ടോ പുള്ളിയുടെ പേര് പൊങ്ങി വന്നുണ്ടോ? അപ്പോൾ ഇത് വിട്ടുകൊടുത്താൽ ഉറപ്പായിട്ടും പുള്ളിയുടെ പേര് നാളെ പ്രസിദ്ധമാകുമെന്നറിയാം. അതുകൊണ്ട് പുള്ളിക്കാരൻ അത് വിട്ടുകൊടുത്തു. സ്വർഗത്തിലിരുന്നവൻ ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം എന്നാണെന്നറിയോ? നിൻ്റെ കല്ലറ പോയി, ഇനി അതിൻ്റെ അകത്ത് അടക്കം നടക്കത്തില്ല. അയ്യോ, നന്നായിട്ടൊരു ഹാലിലേ പറ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ കോട്ടയത്ത് ഒരു സംഭവം പറയും. ഞങ്ങളുടെ കോട്ടയത്ത് ഒരു വേദാധ്യാപകൻ വന്നു. ഇപ്പോൾ അനി ജോർജ് പാസ്റ്റർ ആരാധിക്കുന്ന ആ ഹോള് ഒരു 1500 പേര് കൂടെ KPS മെനൻ ഓഡിറ്റോറിയം, അവിടെ വെച്ചാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. ഈ അധ്യാപകൻ വചന പണ്ഡിതനാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയണം.
മറുപടി തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ആദ്യം കൈവെക്കുന്നയാൾക്ക് അവസരം കിട്ടും. അയാൾ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു, ദൈവം ചിരിക്കത്തില്ല. ഇപ്പം ഞങ്ങളൊക്കെ ഫ്രണ്ടിലിരിക്കുക, ദൈവം ചിരിക്കത്തില്ല. കൈവൊക്കിയവരുടെ കൂട്ടത്തിൽ ആദ്യം എൻ്റെ കൈ ഉയർന്നു, പിന്നെ ഒത്തിരി കൈ ഉയർന്നു. അയാൾ വാച്ച് ചെയ്തതിന് ശേഷമായിട്ട് എന്നോട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. ദൈവം ചിരിക്കത്തില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം നമുക്കെതിരുണ്ടേ പറയാം. അപ്പോൾ ആ കൈ ഉയർത്തിയത് കൊണ്ട് എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു. എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞ തെറ്റാ, ദൈവം ചിരിക്കും, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അയാൾ ചോദിച്ചു, എന്താ തെളിവ്? ഞാൻ സങ്കീർത്തനത്തിൽ പറയുന്നു, സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. അയാൾ എൻ്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, കറക്റ്റ് ആൻസറാണ്. ഞാൻ പോകാനായിട്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു, പോകാൻ വരട്ടെ, ഞാൻ പറഞ്ഞില്ലല്ലോ പോകാൻ. അയാൾ എന്നോട് ചോദിച്ചു, എന്തിനാ ദൈവം ചിരിക്കുന്നത്? ദൈവം ചിരിക്കൂന്നേ എനിക്കറിയത്തുള്ളൂ, എന്തിനാ ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൈ ഉയർത്തിയത് അബദ്ധമായി പോയോ എന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി. പക്ഷേ അയാൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ ഇറങ്ങാൻ പറ്റത്തില്ല. അയാൾ പിന്നെയും ചോദിച്ചു, ബ്രദർ എന്തിനാ ദൈവം ചിരിക്കുന്നത്? അപ്പം എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു, താഴെ ഇരിക്കുന്നവൻ കാണിക്കുന്ന കാണുമ്പോഴാണ് മുകളിലിരിക്കുന്നവൻ ചിരിക്കുന്നത്. അയാൾ എൻ്റെ തോളെ തട്ടിയിട്ട് പറയും, കറക്റ്റ് ആൻസർ, പോയിരുന്നോളാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം ഈ താഴെ ഇരിക്കുന്ന ആളുകൾ കാണിക്കുന്ന കാണുമ്പോൾ സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കും. നോക്കുക, ദൈവം ചിരിക്കുക. നിൻ്റെ കല്ലറ പോയടാ മോനെ, നിൻ്റെ കുടുംബക്കല്ലറയിൽ ഇനി ഒരു കുഞ്ഞിനെ അടക്കാൻ പറ്റത്തില്ല. കാര്യം ഇവൻ കയറിയാൽ അത് തുറക്കും. തുറന്നാൽ പിന്നെ മേലാൽ ഒരടക്കം നടക്കത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഹാലേലിയ പറഞ്ഞാട്ടെ. നേരെ കല്ലറയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്നു. കല്ലറയ്ക്കകത്തേക്ക് യേശുവിൻ്റെ മൃതദേഹം വെക്കുന്നു. ദാരിദ്ര്യം പ്രസംഗിച്ച് കേട്ട ഒത്തിരി പേരെ ദരിദ്രരാക്കിയ പ്രസംഗകരുണ്ട്. പ്രസംഗകൻ സമ്പന്നനായി, കേട്ടവർ പലരും ദരിദ്രരായി. പക്ഷേ യേശു ദരിദ്രനല്ലായിരുന്നു. യേശു മരണത്തിൽ വരെ സമ്പന്നനായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരണത്തിൽ യേശു സമ്പന്നന്മാരോടുകൂടെയായിരുന്നു. യേശുവിൻ്റെ ദേഹത്ത് ചുറ്റിയ അല്ലെങ്കിൽ ചേർത്ത് കെട്ടിയ പെർഫ്യൂമിന് കോടികളുടെ വിലയുണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ അപ്പോൾ യേശു ഒരു സാധാരണ ശവസംസ്കാര ശുശ്രൂഷയൊന്നും അല്ല യേശുവിന് കിട്ടിയത്. ഇച്ചിരി വലിയ ഒരു കിങ് ലെവലിലുള്ള അനുഭവമാണ് കർത്താവിന് കിട്ടിയത്. കർത്താവിനെ ആ കല്ലറയ്ക്കകത്ത് വെച്ചു. 16ഓളം വരുന്ന ചേവകർ ഇതിന് ചുറ്റും നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാം. ശ്രദ്ധിക്കുന്നവർ നന്നായിട്ടൊരു ഹാലലിയ പറഞ്ഞാട്ട്. നോക്കുക, യേശുവിൻ്റെ കൂടെ നടന്ന 12ഓളം വരുന്ന ശിഷ്യന്മാർ യേശു മരിച്ചെന്നറിഞ്ഞിട്ട്, അടക്കം ചെയ്യുന്നെന്നറിഞ്ഞിട്ട് ഒരു മുറിക്കകത്ത് കയറി പേടിച്ച് വിറച്ച് അവർ കരഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത ഊഴം ഞങ്ങളുടേതാണോ എന്ന് പേടിച്ചിരിക്കുമ്പോൾ ഇവിടെ ദേണ്ട ഉറക്ക വളച്ച് 16 ചേവകർ കാവൽ നിൽക്കുകയാണ്. പ്രൈസ് ലോർഡ്. അവരുറപ്പിച്ചു യേശു മരിച്ചു, അടുത്ത ഊഴം ഞങ്ങളുടേതാ. പക്ഷെ ഇവിടെ 16 കാവൽ നിൽക്കുകയാണ്. അവന്മാരോട് ചോദിക്കാം, ശിഷ്യന്മാരാണ്ട് ആ മുറിക്കകത്ത് പോയി പേടിച്ചിരിക്കുക, നിങ്ങളിവിടെ വന്ന് കുന്തവും പിടിച്ച് കാത്തു നിൽക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അവർ പറയൂ, ഇവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. എന്ന് വെച്ചാൽ കൂടെ നടന്നവരെക്കാളും വിശ്വാസമായിരുന്നു റോമൻ പട്ടാളത്തിന് ഇവൻ മരണത്തെ പൊട്ടിക്കുമെന്ന്. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ പറയുന്നു, അടച്ചുവെക്കാൻ നോക്കിയവരെ അമ്പരപ്പിച്ചുകൊണ്ട് അടച്ചുവെച്ചത് മുഴുവനും പൊട്ടിച്ചു പുറത്തു വന്ന ഒരാൾ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അവൻ്റെ പേര് യേശു എന്നാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. യേശുവിൻ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ആ കല്ലറയ്ക്ക് ചുറ്റും 16ഓളം വരുന്ന ചേവകർ നിൽക്കുന്നു. അവർ ചൂതുകളിയും മദ്യപാനവും നടത്തിക്കൊണ്ട് അതിൽ കാവൽ നിൽക്കുന്നു. 2 പടയാളികൾ കാവൽ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർ ചൂത് കളിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ ഷിഫ്റ്റായിട്ട് അത് ചെയ്യുന്നത്. ഇവന്മാർ രണ്ടുകൂടെ ഈ കുന്തം പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു രാത്രി ഇച്ചിരി വൈകിയപ്പോഴത്തേക്കിന് കല്ലറയ്ക്കകത്ത് എന്തോ സംസാരം. ഇത് നിങ്ങൾ പുസ്തകം വായിച്ചാൽ കിട്ടത്തില്ല. കല്ലറയ്ക്കകത്ത് എന്തോ കല്ലറയ്ക്കകത്ത് സംസാരം കേട്ടപ്പോൾ അവർ കാത് കൂർപ്പിച്ചു. ഒരാളെയാ വെച്ചത്, ഒത്തിരി പേര് സംസാരിക്കുന്നു. അവർ കാത് കൂർപ്പിച്ച് അത്ഭുതപ്പെടാൻ തുടങ്ങി. ചുറ്റുവട്ടത്തിലിരിക്കുന്നവന്മാരെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അവന്മാരും വന്ന് കാത് കൂർപ്പിച്ചപ്പോൾ സത്യമാണ്, അകത്തെന്തോ സംസാരം നടക്കുകയാ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, അകത്ത് സംസാരിക്കുന്നത് ആത്മാവിൽ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത് സ്വർഗത്തിലെ ദൂതന്മാർ ആ കല്ലറയ്ക്കകത്തുണ്ട്. സ്വർഗത്തിലെ ദൂതന്മാർ കല്ലറയ്ക്കകത്തിറങ്ങി 3-ാം നാൾ നടക്കാൻ പോകുന്ന ഉയർപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങ് പുരോഹിതന്മാരുടെ പ്ലാറ്റ്ഫോമിനകത്ത് യേശു ഒരിക്കലും ഉയരാതിരിക്കാനുള്ള ചർച്ച നടക്കുകയാണ്. യേശു ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാതിരിക്കാനുള്ള ചർച്ച ഏതോ പ്ലാറ്റ്ഫോമിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കല്ലറയ്ക്കകത്ത് അവനെ ഉയർപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ച ദൂതന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഒരു വെളിപ്പാട് പറയാ, നീ രക്ഷപ്പെടാതിരിക്കാനുള്ള 1000 ചർച്ചകൾ ചുറ്റുവട്ടത്തിൽ നടക്കുമ്പോൾ നിന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു ചർച്ച സ്വർഗത്തിൽ നടക്കുന്നുണ്ട്. ആ ചർച്ച ഇന്ന് രാത്രി ഇവിടെ നടക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൂതന്മാർ ഇതിനകത്തുണ്ട്.
കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ നന്നായി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. മൂന്നാമത്തെ പ്രഭാതം എത്തുന്നു. മൂന്നാമത്തെ പ്രഭാതം എത്തിയപ്പോൾ അവിടെ എഴുതിയേക്കുന്ന വാക്കിങ്ങനെയാണ്: ഉരുട്ടിവെച്ച കല്ലോ പിടിപ്പിച്ചു വെച്ചിരിക്കുന്ന മുദ്രകളും പൊട്ടിച്ചുകൊണ്ട് യേശു മരണത്തെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റു. യേശു മരണത്തെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റു. പത്രോസിന്റെ പ്രസംഗത്തിന്റെ അവസാന വാക്ക്: അവനെ പിടിച്ചു വെക്കുവാൻ മരണത്തിന്റെ പാശങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് പറയുന്നു, ഒരു സിംഹാസനങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും അധികാരങ്ങൾക്കും യേശുവിനെ പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല. ആ യേശുവിനെയാണ് നീ ശരീരത്തിൽ വഹിക്കുന്നത്, ആ യേശുവിനെയാണ് നീ ഉള്ളിൽ വഹിക്കുന്നത്. ഒന്നിനും പിടിച്ചു കെട്ടാൻ കഴിയാത്ത യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. രക്തത്താൽ ജയം വ്യാപരിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒറ്റ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗത്തിന് ആമേൻ പറയുകയാണ്. അതിൻ്റെ കൺക്ലൂഡ് കുത്തിടുകയാണ്. വേടെന്നാന്നറിയാമോ? യേശു ജീവിച്ചിരുന്നപ്പോഴത്തേക്കിനും പറഞ്ഞു, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ പോകാൻ പറഞ്ഞു. 70 പേരെ 35 ടീമായിട്ടാക്കിയിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ പോകാൻ പറഞ്ഞു. പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, ഭൂമിയുടെ അറ്റത്തോളം പോകാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതല്ല, മരണശേഷം അവൻ പറഞ്ഞത്. പുനരുത്ഥാനത്തിന്റെ ശക്തി പരിധികളെ പൊട്ടിക്കുന്നതാണ്. ഇന്ന് രാത്രി നിനക്ക് പരിധി വെച്ച എല്ലാ പരിധികളും പുനരുത്ഥാനത്തിന്റെ ഉയർപ്പിന്റെ ശക്തി അത് പൊട്ടിക്കുന്ന രാത്രിയായി മാറും. എന്നോട് ചേർന്ന് കരം തട്ടി ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ ശക്തിയോടെ 1-2 മിനിറ്റുകൾ നന്നായി ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. നന്നായിട്ട് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. നിനക്ക് പരിധി വെച്ച എല്ലാ പരിധികളും ഈ രാത്രി പൊട്ടി തകരുകയാണ്. നിനക്കെതിരെ എഴുതിയ രേഖകൾ ഇന്ന് രാത്രി മായ്ക്കപ്പെടുകയാണ്. നിനക്ക്, നിന്റെ കുടുംബത്തിനും തലമുറകൾക്കും നിന്റെ ജീവിതത്തിന്റെ ഉയർച്ചകൾക്കും വിരോധമായി ശത്രു പ്ലാൻ ചെയ്തിരിക്കുന്ന ആയുധങ്ങൾ ഇന്ന് രാത്രി തകർന്നു പോകുകയാണ്. അത്ര കണ്ട് ശക്തിയുള്ള ഒരു നാമം ഈ രാത്രി നമ്മുടെ നടുവിൽ ഉയർത്തപ്പെടുന്നു. കരം തട്ടി വാ തുറന്ന് അന്യഭാഷകളിൽ ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. 1-2 മിനിറ്റുകൾ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ, ഈ പരസ്യ സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ നന്നായിട്ട് ദൈവത്തെ ആരാധിച്ചാട്ടെ. നന്നായി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ ശക്തിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് മരണത്തെ പൊട്ടിച്ച് അജയ്യനായി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് കർത്തൃത്വങ്ങൾക്കും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഒന്നിനും കീഴ്പ്പെടുത്താൻ കഴിയാത്ത മഹാരാജാവിനെ കുറിച്ചാണ്. ഇന്ന് രാത്രി ഞാൻ വിളംബരം ചെയ്യുന്നു, അന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് രാത്രി പിണറുവിളയിലൂടെ ഈ കൺവെൻഷന്റെ നടുവിൽ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവനെ പോലെ ഈ രാത്രി നമ്മുടെ നടുവിൽ അവൻ ഉലാവിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ഒത്തിരി പേരെ കർത്താവ് ഈ മിനിറ്റിൽ തൊടാൻ പോകുകയാ. ഒത്തിരി പേരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കൂ. ഒത്തിരി പേരുടെ മേൽ ദൈവമഹത്വം വ്യാപരിക്കൂ. ഒത്തിരി പേരുടെ മേൽ പുനരുത്ഥാനത്തിന്റെ ജീവൻ വ്യാപരിക്കൂ. ഒത്തിരി പേരുടെ മേൽ മരണത്തിന്റെ ശക്തി വ്യാപരിക്കൂ. ഒത്തിരി പേരുടെ മേൽ യേശുവിന്റെ മരണത്തിൽ വ്യാപരിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കിയ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കൂ. ചുറ്റുപാടുകളെ നോക്കാതെ, അടുത്തിരിക്കുന്നവരെ നോക്കാതെ 1-2 മിനിറ്റുകൾ ശക്തിയോടെ ഈ ദൈവത്തിന് ആരാധന കൊടുത്താതെ, ഈ ആരാധന കൊടുക്കുന്ന സമയത്ത് നിനക്ക് മുൻപിൽ ടാർഗറ്റ് ചെയ്ത മരണത്തിന്റെ പദ്ധതികൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അഴിച്ചു കളയോ. ഞാനിത് പ്രവചനാത്മാവിൽ പറയുന്നു. ഈ രാത്രി ഒരു വെറും രാത്രിയല്ല. ഇന്ന് രാത്രി മഹത്വമിറങ്ങുന്ന രാത്രിയാണ്. അവന്റെ കരം ചലിക്കുന്ന രാത്രിയാണ്. അത്ഭുതം വ്യക്തിപരമായ ജീവിതത്തിൽ ആസ്വദിക്കുന്ന രാത്രിയാണ്. കൈതട്ടി ചേർന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ആരും അടങ്ങി ദൈവത്തെ ആരാധിച്ചാട്ടെ. ഈ പട്ടണത്തിന്റെ സ്ഥിതി മാറാൻ പോകുന്നു. ഇവിടുത്തെ കുടുംബങ്ങളുടെ സ്ഥിതി മാറാൻ പോകുന്നു. ഈ പ്രദേശത്തിന്റെ തന്നെ സ്ഥിതി മാറാൻ പോകുന്നു. കാര്യം ഇന്ന് രാത്രി പുനരുത്ഥാനത്തിന്റെ ജീവൻ പട്ടണത്തിന്റെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ശക്തിയോടെ അനുഭവിക്കാൻ ഏൽപ്പിക്കുക.
യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ജയമായി വ്യാപരിക്കുന്നു. കർത്താവിന്റെ മഹത്വം ഇന്ന് രാത്രി ജയമായി വ്യാപരിക്കുന്നു. ജയമായി വ്യാപരിക്കുന്നു. ജയമായി വ്യാപരിക്കുന്നു. എവിടെ മരണം പ്രസംഗിക്കുന്നു അവിടെ ജീവൻ വ്യാപരിക്കാറുണ്ട്. എവിടെ യേശുവിന്റെ മരണം പ്രസംഗിക്കുന്നു അവിടെ ബന്ധനങ്ങൾ അഴിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ യേശുവിന്റെ മരണം പ്രസംഗിക്കുന്നു അവിടെ ആളുകളുടെ മേൽ സൗഖ്യം വ്യാപരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ യേശുവിന്റെ മരണത്തിന്റെ ശക്തി വെളിപ്പെടുന്നുവോ അവിടെ പരിധികൾ പൊട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ നടുവിൽ പരിധികളെ പൊട്ടിക്കുന്ന ദൈവമഹത്വം ഈ രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതേ, നിനക്ക് നേരെ തന്നെ വിരൽ ചൂണ്ടി കർത്താവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. പരിധികളെ പൊട്ടിക്കുന്ന ദൈവ ശക്തി ഈ രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വലിയ ദൈവമഹത്വം, വലിയ ദൈവമഹത്വം, വലിയ ദൈവമഹത്വം, വലിയ ദൈവമഹത്വം, വലിയ ദൈവമഹത്വം. അനുഭവിക്കുന്ന ഒറ്റ കുഞ്ഞു മടങ്ങിയിരിക്കരുത്. അനുഭവിക്കുന്ന ഒറ്റ കുഞ്ഞു മടങ്ങിയിരിക്കരുത്. അനുഭവിക്കുന്ന ഒറ്റ കുഞ്ഞു മടങ്ങിയിരിക്കരുത്. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുന്നു. യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുന്നു. യേശുവിന്റെ വാക്കിലെ, വിരലിലെ, തന്റെ ശരീരത്തിലെ, തന്റെ ഭാഷയിലെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുന്നു. ഒരു വലിയ മഹത്വമായിട്ട് നീ മടങ്ങിപ്പോകത്തുള്ളൂ. ഒരു വലിയ വിടുതലുമായിട്ട് നീ മടങ്ങിപ്പോകത്തുള്ളൂ. ഒരു വലിയ അത്ഭുതവുമായിട്ട് നീ മടങ്ങിപ്പോകത്തുള്ളൂ. ഒരു വലിയ കൊള്ള കണ്ട് കിട്ടിയ അനുഭവത്തിൽ നീ മടങ്ങിപ്പോകത്തുള്ളൂ. നിന്റെ വീടിനകത്ത് എഴുതിയ വിരോധ രേഖകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തിരുത്തുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവിനെ പൊളിക്കുന്ന രാത്രിയാണ്. അത്ര കണ്ട് ദൈവ മഹത്വം ഈ രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വൈദ്യശാസ്ത്രത്തെ ഞെട്ടിപ്പിക്കുന്ന അത്ഭുതങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധൻ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിന്റെ സന്നിധിയിൽ അടഞ്ഞിരിക്കട്ടെ. ആ ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ഹോളി, താങ്ക് യു ഹോളി ഫാദർ. യേശുവിൻ്റെ നാമം മാത്രം ജയമെടുക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഈ വചനം ചെന്ന് ഈ ദേശത്തെ തൊടാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും ശക്തി ഈ ദേശത്തെ അടക്കി വാഴാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ മരണത്തിന് ജീവനുണ്ട്. യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ നിത്യജീവനുമുണ്ട്. യേശുവിൻ്റെ മരണം ഒരു പരാജയമല്ലായിരുന്നു. യേശുവിൻ്റെ മരണം ഒരു ജയോത്സവമായിരുന്നു. യേശുവിൻ്റെ മരണം ഒരു ജയമല്ലായിരുന്നു. യേശുവിൻ്റെ മരണം ഒരു ജയോത്സവമായിരുന്നു. ഒരു സമ്പൂർണ്ണ ജയമായിരുന്നു. അതിനെ ജയം എന്നൊരു ചെറിയ വാക്കിനകത്ത് ഒതുക്കരുത്. അതൊരു സമ്പൂർണ്ണ ജയമായിരുന്നു. ഏതെല്ലാം വിഷയത്തിൽ മനുഷ്യൻ തോറ്റുപോയോ അതിലെല്ലാം അവൻ ജയഭീരി മുഴക്കി. ഒരു സമ്പൂർണ്ണ ജയം. ആ ജയം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലർക്ക് കൈമാറാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ദേശത്തേക്ക് അതിനെ പ്രാർത്ഥന കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ വചനം ഈ ദേശത്ത് വിഹരിക്കണം. നിങ്ങൾക്കറിയാമോ, ഈ മീറ്റിംഗ് കഴിഞ്ഞാലും ഈ മീറ്റിങ്ങിൽ പുറപ്പെട്ട ശബ്ദകിരണങ്ങൾ ഈ ദേശത്തിങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കും. ഈ വഴിക്കൂടെ പോയാൽ പോകുന്നവൻ ദൈവസാന്നിധ്യം അനുഭവിക്കുക. ഇവിടെ വ്യാപരിക്കുന്ന ദൈവമഹത്വം ഇതിൽ പാസ് ചെയ്യുന്നവരെ എല്ലാം തൊട്ടുകൊണ്ടിരിക്കുക. അത്ര കണ്ട് പ്രസൻസ് മൂവ് ചെയ്യുന്നത് കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ദൈവിക ഇടപാട് ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് ഓഫ് ഹിസ് സ്പിരിറ്റ് ഈസ് മൂവിങ്. അവൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ എഴുന്നള്ളി ഇറങ്ങി വന്നിരിക്കുകയാണ്. അവൻ എഴുന്നള്ളി ഇറങ്ങി വന്നിരിക്കുകയാണ്. അവൻ എഴുന്നള്ളി ഇറങ്ങി വന്നിരിക്കുകയാണ്. അവൻ എഴുന്നള്ളി ഇറങ്ങി വന്നിരിക്കുകയാണ്. അവൻ തൊടു എന്ന് പറഞ്ഞാൽ തൊടു. അവൻ്റെ കൈച്ചലയുടെ മുഖത്ത്, അവൻ്റെ കൈച്ചലയുടെ ഷോളറിൽ
അവൻ്റെ കൈ ചിലരുടെ തലയിൽ ഇന്ന് രാത്രി വരുമോ? പരാജയപ്പെട്ടവർ ഇന്ന് രാത്രി പുറത്തു വരാൻ പോകുകയാ. നിരന്തരമായ പാപം നിമിത്തം ജയമേക്കാൻ കഴിയാതെ നിരന്തരമായി കണ്ണും കാതും കൈയും ഇച്ഛാശക്തികളും ആഗ്രഹങ്ങളും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൺപാപം, കേൾവിയാൽ ഉണ്ടാകുന്ന പാപം, മനസ്സിന് ഇഷ്ടം തോന്നി ഉണ്ടായ പാപങ്ങൾ, അത് നിമിത്തം രക്ഷപ്പെടാൻ കഴിയാതെ ആഗ്രഹമുണ്ടായിട്ടും രക്ഷിക്കാൻ ആളില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവർ ഇന്ന് രാത്രി ആ പാപക്കെണിയിൽ നിന്ന് വിടുവിക്കപ്പെടാൻ പോകുകയാ. പാപക്കെണിയിൽ നിന്ന് വിടുവിക്കപ്പെടാൻ പോകുകയാ. രക്ഷപ്പെടാനുള്ള ഓപ്ഷൻസുകൾ ധാരാളം ഉണ്ടായിട്ടും ഒരു വഴിയും തുറക്കാതെ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് മുഴുവനും അടഞ്ഞുപോയി നിരാശയിൽ ഇരിക്കുന്നവർ ഇന്ന് രാത്രി വചനം കേട്ടിട്ടുണ്ട്. അവരുടെ കുടുംബത്തിന്റെ അകത്തോട്ട് ഇന്ന് രാത്രി യേശുവിന്റെ മരണത്തിന്റെ ശക്തി കയറി ചെല്ലുകയാ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റാട്ടെ. പ്രാർത്ഥിച്ചെങ്കിൽ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റാട്ടെ. 1-2 മിനിറ്റുകൾ ഈ പരസ്യവേദിയിൽ നാം ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ പോകുകയും ഈ മിനിറ്റിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ദൈവിക ഡെലിവറൻസുകൾ ഇന്ന് രാത്രി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കും. ദൈവമഹത്വത്തെ അനുഭവിച്ചിട്ടേ മടങ്ങിപ്പോകാവൂ. ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചിട്ടേ മടങ്ങിപ്പോകാവൂ. എഴുന്നേറ്റ് നിൽക്കുന്ന നിൽപ്പിൽ യേശുവിൻ്റെ മരണത്തിൻ്റെ ശക്തി ഈ പരസ്യ സ്ഥലത്ത് ഒരാവർത്തി എൻ്റെ ദേഹത്ത് ഇറങ്ങി വരണമെന്ന് കൊതിച്ചാട്ടെ. പുനരുദ്ധാനത്തിൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ ഇറങ്ങി വരണമെന്ന് കൊതിച്ചാട്ടെ. ഇവിടെ നിന്ന് ആരാധിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചാട്ടെ. ഈ വചനം മാനിഫെസ്റ്റ് ചെയ്തൊരു സർജറി പോലെ എൻ്റെ ദേഹത്ത് ഇന്ന് രാത്രി നടക്കണം. എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന മരണകാരണമായ രോഗങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റണം. എൻ്റെ വീടിനകത്തേക്ക് തലപൊക്കി വരുന്ന ശാപങ്ങൾ ഇന്ന് രാത്രി കർത്താവ് എടുത്തു മാറ്റണം. കുറേനക്കാരൻ്റെ ശാപം പൊട്ടിച്ചതുപോലെ, ബറബാസിൻ്റെ മരണത്തെ പൊട്ടിച്ചതുപോലെ, കള്ളന് ചിന്തിക്കാൻ പറ്റാത്ത പർദീസ കൈമാറിയതുപോലെ, ചിന്തിക്കാൻ പറ്റാത്ത ദൈവിക ഡെലിവറൻസുകൾ ഇന്ന് രാത്രി നമ്മുടെ മേൽ നടക്കേണ്ടതിനായി മനസ്സ് തുറന്നു കൊതിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓടി മുമ്പോട്ട് വരാൻ താല്പര്യമുള്ളവർ ഓടി മുൻപോട്ട് വന്നോണം. ഈ സമയം ഞാൻ ആത്മനിയോഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവ് എനിക്ക് അതുപോലെ പ്രേരണ തരുന്നു. ഈ രാത്രി അത്ര കണ്ട് ദൈവിക മിറക്കിളുകൾ ഇതിനകത്ത് നടക്കും. അമാന്തിച്ച് നിൽക്കരുത്, ആലോചിച്ച് നിൽക്കരുത്. ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ മിനിറ്റുകളായിരിക്കും. പരസ്യമായി ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹമുള്ള മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കസേര വിട്ട് ദയവായിട്ട് മുൻപോട്ട് കയറി വന്നോണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കയറിനോട് ചേർന്ന് പാടി ആരാധിക്കാൻ പോകുകയാ. ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം കരങ്ങളെ ചേർത്തടിച്ച് 1-2 മിനിറ്റുകൾ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈ സമയം ഓടിക്കേറി വരാൻ പറ്റുന്നവരെല്ലാം കയറി വന്നോണം. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. റാം ഷഖാൽമന ഹസ്തര ജാലബന്ധര രത്തതകബകസിയാന്ധര റാംഷിയാന്ധര ജാലബന്ധരാദിയാര. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, വിജയമെടുത്തു വിരുദു പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, വിജയമെടുത്തു വിരുദു പ്രാപിക്കാം. കേൾക്കാറായി കാകളധ്വനി പോകാറായി പാർത്തലം വിട്ട് തേജസേറുമ്പുരേ. കേൾക്കാറായി കാകളധ്വനി പോകാറായി പാർത്തലം വിട്ട് തേജസേറുമ്പുരേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. കേൾക്കാറാകളധ്വനി പോകാറായി പാർത്തലം വിട്ട് തേജസേറുമ്പുരേ. അവൻ കേൾക്കാറാകളധ്വനി പോകാറായി പാർത്തലം വിട്ട് തേജസേറുമ്പുരേ. ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചോ നിത്യനിത്യങ്ങൾ വാഴും സ്വർഗസിയോനിൽ. ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചോ നിത്യനിത്യങ്ങൾ വാഴും സ്വർഗസിയോനിൽ. അവൻ കേൾക്കാറാ
മംഗളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേറുമ്പുരേ അവൻ കേൾക്കാറായി മംഗളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേറുമ്പുരേ പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടുന്നേ അന്നു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖം പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടുന്നേ അന്നു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖം അവൻ കേൾക്കാറായി കാകളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേറുമ്പുരേ അവൻ കേൾക്കാറായി കാകളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേറുമ്പുരേ ആനന്ദമേ നിത്യാനന്ദമേ അവനോട് വാഴും കാലം എത്രയാനന്ദം ആനന്ദമേ നിത്യാനന്ദമേ അവനോട് വാഴും കാലം എത്രയാനന്ദം പാർത്തലം വിട്ട് തേജസേറുമ്പുരേ അവൻ കേൾക്കാറായി കാകളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേറുമ്പുരേ സർവായുധങ്ങൾ പരീക്ഷിടുവാനോട് നിന്നു വിജയം നേടുവാൻ സർവായുധങ്ങൾ പരീക്ഷിടുവാനോട് നിന്നു വിജയം നേടുവാൻ അവൻ കേൾക്കാറായി കാകളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് അവൻ കേൾക്കാറായി കാകളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേറുമ്പുരേ ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗസീയോനേ ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗസീയോനേ അവൻ കേൾക്കാറായി കാകളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേറുമ്പുരേ അവൻ കേൾക്കാറായി കാകളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേറുമ്പുരേ പ്രത്യാശയെന്നിൽ വർദ്ധിച്ചിടുന്നേ ചെന്നു കാണുവാൻ പ്രിയൻ പൊന്മുഖം പ്രത്യാശയെന്നിൽ വർദ്ധിച്ചിടുന്നേ ചെന്നു കാണുവാൻ പ്രിയൻ പൊന്മുഖം കേൾക്കാറായി കാകളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേറുമ്പുരേ അവൻ കേൾക്കാറായി കാകളധ്വനി പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേറുമ്പുരേ ആനന്ദമേ ഇന്ന് രാത്രി തേജസേറുമ്പുരേ അവൻ കേൾക്കാറായി കാകളധ്വനി പോകാറായി തേജസേറുമ്പുരേ അവൻ കേൾക്കാറായി കാകളധ്വനി പോകാറായി പാർത്തലം വിട്ട് തേജസേറുമ്പുരേ ആനന്ദമേ ആനന്ദമേ അവനോട് വാഴും കാലം എത്രയാനന്ദം ആനന്ദമേ ആനന്ദമേ അവനോട് വാഴും കാലം എത്രയാനന്ദം അവൻ കേൾക്കാറായി കാകളധ്വനി പോകാറായി പാർത്തലം വിട്ട് തേജസേറുമ്പുരേ അവൻ കേൾക്കാറായി കാകളധ്വനി പോകാറായി പാർത്തലം വിട്ട് തേജസേറുമ്പുരേ പ്രത്യാശയെന്നിൽ വർദ്ധിച്ചിടുന്നേ ചെന്നു കാണുവാൻ പ്രിയൻ പൊന്മുഖം പ്രത്യാശയെന്നിൽ വർദ്ധിച്ചിടുന്നേ ചെന്നു കാണുവാൻ പ്രിയൻ പൊന്മുഖം കേൾക്കാറായി കാകളധ്വനി പോകാറായി പാർത്തലം വിട്ട് തേജസേറുമ്പുരേ അവൻ കേൾക്കാറായി കാകളധ്വനി
ശക്തി വ്യാപരിക്കുന്നു, ശക്തി വ്യാപരിക്കുന്നു, പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു, പുനരുദ്ധാനത്തിന്റെ ജീവൻ വ്യാപരിക്കുന്നു, പുനരുദ്ധാനത്തിന്റെ മഹത്വം വ്യാപരിക്കുന്നു. മരണത്തെ തോൽപ്പിച്ച് മരണത്തിന്റെ മേൽ കർത്തൃത്വം നടത്തിയ കർത്താവിന്റെ ജയത്തെ ആഘോഷിക്കുന്നവർ ശക്തിയോടെ ഈ ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ, ഈ ദൈവത്തെ ആരാധിക്കട്ടെ. നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഇപ്പോൾ ചിലമ്പറ സുരേഷ് ബ്രദർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. ഈ 3 രാത്രികളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദേശത്തോട് ഇടപെട്ടതിനായി, അനേക രോഗികളെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം ചെയ്തുകൊണ്ട്, കർത്തദാസനെ ശക്തമായ നിലയിൽ കരത്തിലെടുത്തതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഹാലിലിസ്റ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. 32ാമത്തെ കൺവെൻഷൻ്റെ കർത്താവെ 3-ാം ദിവസം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അനുഭവിപ്പാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിച്ച നല്ല കൃപകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്ന കർത്താവെ. അങ്ങയുടെ അഭിഷേക ദാസന കർത്താവ് 3 ദിവസവും കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച നല്ല കൃപകളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ. ഇത് ഉത്സവത്തിൻ്റെ ദിവസങ്ങളായിരുന്ന നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കടന്നു വന്ന ഓരോ വ്യക്തികളും ക്രിസ്തേശുവിനെ രുചിച്ചറിയുവാൻ, ക്രിസ്തുവിൽ ആനന്ദിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഓരോ വ്യക്തികളെ സഹായിക്കുകയും അവരുടെ കുടുംബങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ സഹായിച്ച നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വരുന്ന നാളിൽ കർത്താവെ അവരുടെ കർത്താവിൻ്റെ നല്ല സാക്ഷികളായ കർത്താവെ, ദേശത്ത് അങ്ങയുടെ നല്ല മുത്തുകളായി മാറപ്പെടുവാൻ കർത്താവ് സഹായിച്ച നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് ശുശ്രൂഷ ദാസൻ അങ്ങ് കരങ്ങളിലെടുത്ത കൃപകൾക്കായി സ്തോത്രം. ഇനി അനേകായിരങ്ങളെ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുവാൻ അങ്ങയുടെ ഭക്തനെ ബലപ്പെടുത്തുന്ന നല്ല കൃപകൾക്കായി സ്തോത്രം. തൻ്റെ ദാസന്റെ യാത്രയിലെല്ലാം കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പ ചെയ്യുന്ന കർത്താവെ, ഇവിടെ അധ്യക്ഷപാത അലങ്കരിച്ച് അങ്ങയുടെ ദാസനായി സ്തോത്രം. അങ്ങ് കുരിശിന്റെ മറവിൽ മറച്ച നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഓരോ ഭാഗങ്ങളും ഏറ്റെടുത്ത് നടത്തിയ ഓരോ മക്കളെയും കർത്താവ് ശക്തീകരിച്ചു ബലപ്പെടുത്തി ക്രൂശിന്റെ മറവിൽ മറച്ച നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പച്ച ഇതിന് മുഖാന്തരമായ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പിന്നെയും അങ്ങയുടെ വരവ് അസന്നമാണെങ്കിൽ കർത്താവെ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഈ ദേശത്തെ കർത്താവ് മുഖാന്തരമാക്കുന്ന നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നൽകിയ വിലപ്പെട്ട കർത്താവെ, നല്ല അനുഗ്രഹമേറിയ നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകലതും പൊന്നു കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തുന്നു ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആശീർവാദം കൈക്കൊള്ളാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര സമ്പർക്കവും കൂട്ടായ്മയും അടങ്ങുന്ന ചോദിച്ച എല്ലാ കാര്യത്തോടും, പ്രത്യേകിച്ച് ഈ 3 ദിവസങ്ങളിൽ ഈ യോഗത്തിന് മുഖാന്തരമായി തീർന്ന കുടുംബത്തോടും ശുശ്രൂഷിച്ച അഭിഷേകത്തിനോടും കടന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ അനേകം കാലാവസാനം വരെ തലമുറയായി ഉണ്ടായിരിക്കട്ടെ. ജയം നൽകിയ ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായി ദൈവമക്കൾ അത് സ്ഥാനങ്ങളിലിരിക്കും.